Hello everyone, this is Yashad Ali. Hope you guys are doing great. And in today's video we are discussing about EVP. സോ സി എ ആയാലും സി എം എ ആണെങ്കിലും ഈ ഒരു ചാപ്റ്റർ ആക്ച്വലി മോർ ഇമ്പോർട്ടൻറ്റ് ഫ്രം ദി എം സി ക്യു പെർസ്പെക്റ്റീവ്. സോ ഒരുപാട് എം സി ക്യൂന് ചോദിക്കാൻ പറ്റുന്നുള്ള ഒരുപാട് പോയിന്റ്സ് ഇതിലുണ്ട്. സോ ഐ ഹൈലൈറ്റ് ദി ഓൾ ദി പോയിന്റ്സ് ആൻഡ് വിൽ ഡിസ്കസ് മീൻസ് ഓൾ ആസ്പെക്ട്സ് എല്ലാ ഇവബിളിലെ എല്ലാ ആസ്പെക്റ്റും ഡിസ്കസ് ചെയ്യും ഫോർ ദി പ്രാക്ടിക്കൽ പർപ്പസ് ഓൾസോ. സോ ദിസ് നോട്ട് ഈസ് അറേഞ്ച്ഡ് ഇൻ ദാറ്റ് മാനർ. എല്ലാ ഇവബിളിലത്തെ മൊത്തം ക്ലോസും മൊത്തം റൂൾസും ഇതിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് വിൽ ഡിസ്കസ് അബൌട്ട് ദി എം സി ക്യൂസ് ആൻഡ് ഓൾ ദി ക്വസ്റ്റ്യൻസ് ഫ്രം ദി ഇവബിൾ. ഓക്കെ, സോ ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 100% റെഗുലർ പോലെ തന്നെ റിവിഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇവബിൾ ഈസ് ആൻ ഇലക്ട്രോണിക് ഡോക്യുമെന്റ് ഇൻ ഫോം GST EW01. സോ ഈ ഫോം GST EW01ലാണ് ഇത് ജനറേറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫ്രം MCQ ഓൺ ദി GST പോർട്ടൽ ഇവബിൾ GST.gov.in. സോ ദിസ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഫോർ ദി MCQ, കാരണം ഏത് സൈറ്റിലാണ് നമ്മൾ ആ ഇവബിൾ ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. Then section 68 stipulates that government may require the person in charge of a conveyance carrying any consignment of goods of value exceeding such amount as may be specified with him such documents and such devices as may be prescribed. Rule 128 prescribes e-waybill as the document to be carried for the consignment of goods in prescribed cases. അതായത് ഈ സെക്ഷൻ 68ലാണ് ഇവബിളിനെ കുറിച്ച് പറയുന്നത്. അതായത് ഒരു ഗുഡ്സ് ക്യാരി ചെയ്യുന്ന കൺവെയൻസിൽ ക്യാരി ചെയ്ത് ഗുഡ്സ് മൂവ്മെന്റ് നടത്തുന്ന ആളെ സംബന്ധിച്ച് ആ പേഴ്സൺ ഇൻചാർജ് ആരാണോ പേഴ്സൺ ഇൻചാർജ് അയാളുടെ കയ്യിൽ ഈ പറഞ്ഞ ഡോക്യുമെന്റ്, ഈ പ്രിസ്ക്രൈബ്ഡ് ഡോക്യുമെന്റ് ആയിട്ടുള്ള ഇവബിൾ അയാളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി എല്ലാ കേസിലും ഇവബിൽ വേണോ? ഇത് ജസ്റ്റ് എ സെക്ഷൻ, ജസ്റ്റ് നമ്മൾ പറഞ്ഞ പ്രൊവിഷൻ ഓൺലി, നോട്ട് ഇമ്പോർട്ടൻറ്റ്. വേണം എന്ന് പറയുന്ന ആ സെക്ഷനിലാണ് ഇത് വേണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് എപ്പോൾ വേണം, എങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് റൂൾസിലാണ്. അത് 138 എന്നുള്ള റൂളിലാണ് പറയുന്നത്. കുറേ സബ് റൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതൊന്നും പഠിക്കണം എന്നില്ല, സബ് റൂൾ കാര്യങ്ങൾ അങ്ങനെ നോക്കി വെക്കണം എന്നില്ല. 138ലാണ് പറയുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. ദെൻ എപ്പോഴാണ് ഈ വെബിൽ പ്രൊവിഷൻ വരുന്നത്, ആർക്കാണ് ഇത് വരുന്നത്? എവരി രജിസ്റ്റേർഡ് പേഴ്സൺ ഹു കോസസ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആരാണോ മൂവ്മെന്റ് ഓഫ് ഗുഡ്സിന് കാരണക്കാരനാവുന്നത് ഓഫ് വാല്യൂ എക്സീഡിങ് എത്ര ₹50,000. അപ്പോൾ അവിടെ പറയുന്നുണ്ട് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് ഇത് എടുക്കേണ്ടത്. കോസസ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഓഫ് കൺസൈൻമെന്റ് വാല്യൂ എക്സീഡിങ് ₹50,000. സോ 50,000 എക്സീഡ് ചെയ്താൽ മാത്രം കൺസൈൻമെന്റ് വാല്യൂ 50,000 എക്സീഡ് ചെയ്താൽ മാത്രം ഈ വെബിൽ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കേണ്ട എന്താ, ഈ വെബിൽ എടുക്കണോ വേണ്ടേ എന്നുള്ള ഫസ്റ്റ് ഡിസിഷൻ വരുന്നത് എവിടെ നിന്നാ? ആ കൺസൈൻമെന്റ് വാല്യൂ 50,000 എക്സീഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ. ഓക്കെ, അത് ഇൻ റിലേഷൻ ടു സപ്ലൈ ആയിരിക്കാം. ദാറ്റ് മീൻസ് സപ്ലൈ കാരണം ആയിരിക്കാം ആ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് നടക്കുന്നുണ്ടാവുക. ഓക്കെ, അല്ലെങ്കിൽ റീസൺസ് അതർ ദാൻ സപ്ലൈ ആയിരിക്കാം. ഈ സപ്ലൈ അല്ലാത്ത റീസണോ അപ്പോൾ ഇ ബിൽ എടുക്കണം വേണം. മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇ ബിൽ എടുത്തേ പറ്റൂ. ദർ ഈസ് നോ അതർ ഓപ്ഷൻസ്. സോ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആണ് നോക്കുന്നത്. സോ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇ ബിൽ എടുത്തേ പറ്റൂ. സോ ഇൻ റിലേഷൻ ടു സപ്ലൈ ആവാം, അതർ ദാൻ സപ്ലൈയും ആവാം. നെക്സ്റ്റ്, ഡ്യൂ ടു ഇൻവേർട്ട് സപ്ലൈ ഫ്രം എ അൺരജിസ്റ്റേർഡ് പേഴ്സൺ. ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ ഇൻവേർട്ട് സപ്ലൈ ആണെങ്കിലും എന്താണ്, ഈ ബില്ല് എടുക്കണം. അതായത് ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ, അയാൾക്ക് രജിസ്ട്രേഷൻ ഇല്ല, എനിക്ക് രജിസ്ട്രേഷൻ ഉണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാണ്. സോ അവിടെ റെസ്പോൺസിബിലിറ്റി ആർക്കാ ഈ ബില്ല് എടുക്കാൻ? ഞാൻ രജിസ്റ്റേർഡ് പേഴ്സൺ ആയി ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? ഈ ബില്ല് എടുക്കേണ്ടി വരും. മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഉണ്ട് അവിടെ. പക്ഷെ എപ്പോൾ മാത്രം? 50,000 എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, ഷാൽ ബിഫോർ ദി കമൻസ്മെന്റ് ഓഫ് സച്ച് ഗുഡ്സ്, ബിഫോർ ആണ് മൂവ്മെന്റ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഫർണിഷ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു സെഡ് ഗുഡ്സ് ഇൻ പാർട്ട് എ ഓഫ് GST EW01. സോ EW01 പാർട്ട് എ ഉണ്ട്, പാർട്ട് ബി ഉണ്ട്. സോ നമ്മളെ ഫോം പാർട്ട് എയിൽ എന്ത് ചെയ്യണം? അത് ഫില്ല് ചെയ്തിരിക്കണം. ഇലക്ട്രോണിക് ആൻഡ് യുണീക് നമ്പർ വിൽ ബി ജനറേറ്റഡ് ഓൺ ദി സെറ്റ് പോർട്ടൽ. ഒരു യുണീക് ഇവബിൾ നമ്പർ നമുക്ക് കിട്ടും. Further, the information on Part A form GST EW01 may be furnished by the transporter on authorization received from the registered person. So പാർട്ട് ബി ഫില്ല് ചെയ്യേണ്ടത് ആക്ച്വലി പാർട്ട് എ ആണ് ഗുഡ്സിന്റെ ഡീറ്റെയിൽസ്. പാർട്ട് ബി ആക്ച്വലി ട്രാൻസ്പോർട്ടേഷന്റെ ഡീറ്റെയിൽസ്, എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ടർ ആണ് ഇതിരിക്കും ഫില്ല് ചെയ്യുക. ട്രാൻസ്പോർട്ടർ റിലേറ്റഡ് ഇൻഫർമേഷൻ ആണ് അത് ഫില്ല് ചെയ്യൽ. ഈ രജിസ്റ്റേർഡ് പേഴ്സൺ, ഞാൻ ഓതറൈസ് ചെയ്യാൻ ട്രാൻസ്പോർട്ടറോട് പാർട്ട് എ ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്, പാർട്ട് ബി നിങ്ങൾ ഫില്ല് ചെയ്തോളി എന്ന് പറയണമെങ്കിൽ. ഇനി അതല്ല, പാർട്ട് എയും ആരെ കൊണ്ട് ഫില്ല് ചെയ്യിപ്പിക്കാം? ട്രാൻസ്പോർട്ടറെ കൊണ്ട് ഫില്ല് ചെയ്യിപ്പിക്കാം. എപ്പോൾ? ഓതറൈസേഷൻ റിസീവ്ഡ് ഫ്രം ദി രജിസ്റ്റേർഡ് പേഴ്സൺ. അതാ പറഞ്ഞത്, പാർട്ട് എ മേ ബി ഫർണിഷ്ഡ് ബൈ ട്രാൻസ്പോർട്ടർ ഇറ്റ് സെൽഫ് ഇഫ് ഓതറൈസേഷൻ. ഞാൻ ഓതറൈസേഷൻ കൊടുക്കണം ട്രാൻസ്പോർട്ടറിന്, നിങ്ങൾ ഫില്ല് ചെയ്തോളി എന്ന് പറഞ്ഞ് ഓതറൈസേഷൻ കൊടുക്കുകയാണെങ്കിൽ, കാരണം അത് എൻ്റെ ഗുഡ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഓതറൈസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് ഫില്ല് ചെയ്യാൻ പറ്റും. ഫർദർ, വേർ ദി ഗുഡ്സ് ടു ബി ട്രാൻസ്പോർട്ടഡ് സപ്ലൈഡ് ത്രൂ ഇക്കോ ഓർ കൊറിയർ ഏജൻസി, ദ ഇൻഫർമേഷൻ ഓഫ് പാർട്ടി എ ഫോം GST മേ ബി ഫർണിഷ്ഡ് ബൈ സച്ച് ഇക്കോ ഓർ കൊറിയർ ഏജൻസി ഓൺ ആൻ ഓതറൈസേഷൻ റിസീവ്ഡ് കൺസിഡർ. ഇനിയിപ്പോൾ ഒരു ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ വഴിയോ അല്ലെങ്കിൽ കൊറിയർ ഏജൻസി വഴിയോ പോകുന്നുണ്ടെങ്കിൽ അപ്പോഴും ആ ഓതറൈസേഷൻ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ, ഈ കൺസൈനർ ഓതറൈസേഷൻ മീൻസ് സപ്ലൈ ചെയ്യുന്ന ആൾ ഓതറൈസേഷൻ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആ കൊറിയർ ഏജൻസിക്കോ അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററിനോ ഫോം എ പാർട്ടി എ എന്ത് ചെയ്യാൻ പറ്റും? ഫില്ല് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. സോ ദീസ് ടോപ്പിക്സ് ആർ നോട്ട് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാം.
പക്ഷേ ഈ പറഞ്ഞ 50,000 അത് എപ്പോഴൊക്കെയാണ് എടുക്കേണ്ടത് എന്നുള്ള കേസും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാം. മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ വിൽ എടുത്തേ പറ്റും. ഇനി ഹു കോസസ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്, കാരണം ആരൊക്കെയാണ്? ഈ സപ്ലയർ ഈസ് എസ്റ്റേഡ് അണ്ടർടേക്സ് ട്രാൻസ്പോർട്ട് ദി ഗുഡ്സ്, മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഈസ് കോസ്ഡ് ബൈ സപ്ലയർ. സപ്ലയർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ ബിൽ എടുക്കാം. റിസീപ്പന്റ് വേണമെങ്കിൽ ഈ ബിൽ എടുക്കാം. അതായത് ആര് ഈ ബിൽ എടുക്കണം എന്ന് ഇവിടെ പ്രയോറിറ്റി ഒന്നും പറയുന്നില്ല. സപ്ലയർ എടുത്തില്ലെങ്കിൽ റിസീപ്പന്റ് എടുക്കാം. ഇനിയിപ്പോൾ ഗുഡ്സ് ആർ സപ്ലൈഡ് ബൈ അൺരജിസ്റ്റേർഡ് സപ്ലയർ ടു രജിസ്റ്റേർഡ് ആണെങ്കിൽ അവിടെ ഒബ്വിയസ്ലി ആരാ എടുക്കേണ്ടത്? ആ രജിസ്റ്റേർഡ് റിസീപ്പന്റ് എടുക്കേണ്ടത്. അൺരജിസ്റ്റേർഡ് സപ്ലയർ ആണ് സപ്ലൈ ചെയ്യുന്നത്, റിസീപ്പന്റ് രജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ റിസീപ്പന്റ് ആണ് എന്ത് ചെയ്യേണ്ടത്? രജിസ്റ്റേർഡ് റിസീപ്പന്റ് ആണ് എന്ത് ചെയ്യേണ്ടത്? ഈ ബില്ല് എടുക്കേണ്ടത്. ഇനി കൺസൈൻമെന്റ് വാല്യൂ നമ്മൾ കുറിച്ചാണ് അടുത്തത്. കൺസൈൻമെന്റ് വാല്യൂ 50,000 റുപ്പീസ് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ GST ഇൻക്ലൂഡ് ചെയ്യുമോ? അതായത് ടാക്സബിൾ വാല്യൂ ആണോ കൺസിഡർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് TV ആണോ? ടാക്സബിൾ വാല്യൂ ആണോ കൺസിഡർ ചെയ്യേണ്ടത്, ഇൻവോയ്സ് വാല്യൂ ആണോ കൺസിഡർ ചെയ്യേണ്ടത്? അതായത് ഇൻക്ലൂഡിങ് GST ഉള്ള വാല്യൂ ആണോ കൺസിഡർ ചെയ്യേണ്ടത്, ഓർ എൽസ് ടാക്സബിൾ വിത്തൗട്ട് GST ആണോ കൺസിഡർ ചെയ്യേണ്ടത്? അപ്പോൾ അവിടെ പറയുന്നുണ്ട് കൺസൈൻമെന്റ് വാല്യൂ ഇൻക്ലൂഡ്സ് GST ഓൾസോ. സോ ടോട്ടൽ വാല്യൂ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ബട്ട് എക്സ്ക്ലൂഡ്സ് എന്ത്? വാല്യൂ ഓഫ് എക്സം സപ്ലൈ. എക്സം സപ്ലൈയുടെ ഗുഡ്സിന്റെ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യില്ല 50,000. സോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോബ്ലം MCQ വേണമെങ്കിൽ ചോദിക്കാൻ നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. ലാസ്റ്റ് ഒരു അടിപൊളി MCQ ഈ 50,000 ഇത് ഈ GSTയും ഇതൊക്കെ എക്സം സപ്ലൈക്ക് വെച്ചിട്ടുള്ള ഒരു അടിപൊളി MCQ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ ഒന്ന് ഓർത്ത് വെക്കുക, 50,000 ആണ് വാല്യൂ നോക്കുക. അപ്പോൾ അതിൽ ഇൻക്ലൂഡിങ് GST ആണ് നോക്കുക. പക്ഷേ എക്സം സപ്ലൈയുടെ വാല്യൂയിൽ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സ്പെഷ്യൽ സിറ്റുവേഷൻ വേർ ഇവബിൾ നീഡ്സ് ടു ബി ഇഷ്യൂഡ് ഈവൻ ഇഫ് ദ വാല്യൂ ഓഫ് ദി കൺസൈൻമെന്റ് ഈസ് ലെസ് ദാൻ 50. അപ്പോൾ 50,000 താഴെയാണെങ്കിലും ചില സ്പെഷ്യൽ സിറ്റുവേഷനിൽ എന്ത് ചെയ്യേണ്ടി വരും? ഇവബിൾ എടുക്കേണ്ടി വരും. അതായത് മേലെ പറഞ്ഞതിന്റെ എക്സംഷൻ അല്ലേ? അതായത് മേലെ പറഞ്ഞ് 50,000 ആണെങ്കിൽ ഇവബിൾ എടുത്താൽ മതി, ക്രോസ് ചെയ്ത് ഇവബിൾ എടുത്താൽ മതി. പക്ഷെ ഇവിടെ പറയുന്നത് 50,000 താഴെ ആണെങ്കിൽ ഇവബിൾ എടുക്കണം. അപ്പോൾ ഇപ്പം ഒന്നെന്താ? ഇന്റർ സ്റ്റേറ്റ് ട്രാൻസ്ഫർ ഓഫ് ഹാൻഡിക്രാഫ്റ്റ് ഗുഡ്സ് ബൈ എ പേഴ്സൺ എക്സംപ്റ്റഡ് ഫ്രം ഒബ്റ്റെയിൻ രജിസ്ട്രേഷൻ. അപ്പോൾ ഇന്റർ സ്റ്റേറ്റ് ട്രാൻസ്ഫർ ഓഫ് ഹാൻഡിക്രാഫ്റ്റഡ് ഗുഡ്സ് ആണ്. അത് എന്താണ്? രജിസ്ട്രേഷൻ എടുത്തിട്ടും ഇല്ല, എക്സംപ്റ്റഡ് ആണ് രജിസ്ട്രേഷൻ എടുത്തതെന്ന്. അപ്പോൾ ഹാൻഡിക്രാഫ്റ്റഡ് ഗുഡ്സിന്റെ ഇന്റർസ്റ്റേറ്റ് ട്രാൻസ്ഫറിന് നിർബന്ധമായിട്ടും എന്ത് ചെയ്യേ പറ്റുള്ളൂ? GST ഇവബിൽ എടുത്തേ പറ്റുള്ളൂ. വിത്തൗട്ട് എന്ത്? അവിടെ എന്ത് നോക്കേണ്ട ആവശ്യമില്ല? കൺസൈൻമെന്റ് വാല്യൂ നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഹാൻഡിക്രാഫ്റ്റഡ് ഗുഡ്സ് എന്താന്ന് പറയുകയാണ്? ആ ട്രാൻസ്പോർട്ട് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ സ്റ്റേറ്റ് ഓർ പേഴ്സൺ വാസ് എക്സംപ്റ്റഡ് ഫ്രം ദി റിക്വയർമെന്റ് ഓഫ് ഒബ്റ്റെയിൻ രജിസ്ട്രേഷൻ. അത് ഈ ക്ലോസ് 1 2 സെക്ഷൻ 24 പറയുന്നുണ്ട്. ദി ഇവബിൾ ഷാൽ ബി ജനറേറ്റഡ് ബൈ സെറ്റ് പേഴ്സൺ ഇറസ്പെക്റ്റീവ് ഓഫ് ദി വാല്യൂ കൺസൈൻമെന്റ്. സോ ഹാൻഡിക്രാഫ്റ്റഡ് ഗുഡ്സിന് ഇന്റർസ്റ്റേറ്റ് മൂവ്മെന്റ് നടത്തുകയാണ്, അയാൾ എക്സംപ്റ്റഡ് ഫ്രം രജിസ്ട്രേഷൻ ആണ് സെക്ഷൻ 24 ക്ലോസ് 1 ക്ലോസ് 2 അനുസരിച്ച്. ഓക്കെ. Handicrafted goods are goods specified by the government which exempts the casual taxable person making interstate taxable supply of such handicrafted goods from obtained registration up to specified turnover limit. ഇനി handicrafted goods എന്താന്ന് പറയാണ്? അത് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ മേക്കിംഗ് ഇന്റർസ്റ്റേറ്റ് ടാക്സബിൾ സപ്ലൈൻ്റെ കേസിൽ ഹാൻഡിക്രാഫ്റ്റഡ് ഗുഡ്സിന്റെ ഒരു സ്പെസിഫൈ ചെയ്യുന്നുണ്ട് ഗുഡ്സ്. അതന്നെയാണ് ഹാൻഡിക്രാഫ്റ്റഡ് ഗുഡ്സ് എന്ന് പറഞ്ഞത്. നോട്ട് റെലവൻറ്റ്. ദെൻ അപ്പോൾ ഇവിടെ പറഞ്ഞത് മീൻസ് ഈ സ്പെഷ്യൽ സിറ്റുവേഷനിൽ എന്ത് നോക്കേണ്ട ആവശ്യമില്ല? വാല്യൂ നോക്കൂല. അതായത് 50,000 വാല്യൂ നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ട്രാൻസ്ഫർ ഓഫ് ഹാൻഡിക്രാഫ്റ്റഡ് ഗുഡ്സ്. ഇനി ബിൽ ടു ഷിഫ്റ്റ് മോഡൽ ആണെങ്കിലോ? അതായത് ബില്ല് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബില്ല് ചെയ്യുന്ന ഒരാളെ പേരിലും ഷിപ്പ് ചെയ്യുന്ന വേറെ ആൾക്കായിരിക്കും. അങ്ങനെ ആകുമ്പോൾ ബില്ല് 2 വേണം? വേണ്ട, 1 മതി. ഓൺലി 1 ബില്ല് റിക്വയർഡ്. അത് ബില്ല് ജനറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ബിൽ ടു ഷിഫ്റ്റ് മോഡലാണ് നമുക്ക് അവിടെ കൊടുക്കാം. അതായത് ബില്ല് ചെയ്യുന്നത് എൻ്റെ പേരിലും ഷിപ്പ് ചെയ്യുന്നത് സീൻ്റെ പേരിലാണെന്ന് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ്. ആ പറഞ്ഞ ബിൽ ടു ഷിഫ്റ്റ് മോഡൽ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അതാണ് അങ്ങനെ പറഞ്ഞത്. ഒന്നുകൂടി പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എ എന്താണ്? ബീൻ്റെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്തു. ഓക്കെ, ബീൻ്റെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്ത് എൻ്റെ കസ്റ്റമറാണ് സി. അപ്പോൾ ഇതേ പ്രൊഡക്റ്റ് തന്നെ സി എന്ത് ചെയ്ത് ചോദിച്ചു എൻ്റെ കയ്യിൽ നിന്ന്, എനിക്കിത് ഇപ്പോൾ തന്നെ വേണമെന്ന്. അപ്പോൾ പറഞ്ഞ് ബീനോട് ഇത് എനിക്ക് ഡയറക്റ്റ് അയക്കണ്ട, നേരെ സിക്ക് അയച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ബീനെ സംബന്ധിച്ച് കസ്റ്റമർ ആരാ? എനെ സംബന്ധിച്ച് കസ്റ്റമർ ആരാ? സി. ബിയും സിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ ബി ബില്ല് ചെയ്യുന്നത് എക്കും, ബില്ല് ചെയ്യുന്നത് സിക്കും ആയിരിക്കും. പക്ഷേ ബി ശരിക്കും എൻ്റെ അടുത്ത് എത്തിയിട്ട് സാധനം ഗുഡ്സ് ഡെലിവർ ചെയ്തിട്ട് ആണ് സിക്ക് കൊടുക്കേണ്ടത്. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ബീനോട് ഡയറക്റ്റ്ലി സിക്ക് ഡെലിവർ ചെയ്തോ എന്ന് പറഞ്ഞു. ഇതാണ് ബിൽ ടു ഷിഫ്റ്റ് മോഡൽ. അതായത് ബി ഇവിടെ ബില്ല് ചെയ്യുന്നത് ആർക്കാ? എക്കും. ബി ഷിപ്പ് ചെയ്യുന്നത് ആർക്കാ? സിക്കും ആണ്. അപ്പോൾ ഈ കേസിൽ എത്ര ബില്ല് വേണമെന്നാണ് ചോദിക്കുന്നത്? ഒരു ബില്ല് മതി. ബി ആരുടെ പേരിൽ ബില്ല് ചെയ്യും? എൻ്റെ പേരിൽ ബില്ല് ചെയ്യും. അപ്പം ബിൽ ടു ആർക്കാ? ഷിപ്പ് ടു ആർക്കാ? സി. ഇത് നമുക്ക് ബില്ല് കാണിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് ബില്ല് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ്. എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് ബില്ലിന് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത്? എന്തൊക്കെയാണ് വേണ്ടത്? EW01 എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത്? ഒന്ന് പാർട്ട് എ എന്ന് പറഞ്ഞു, പാർട്ട് ബി എന്ന് പറഞ്ഞു. പാർട്ട് എ പ്യുവർലി ഞാൻ വായിക്കുന്നില്ല, പ്യുവർലി നമ്മളെ GST റിലേറ്റഡ് ഡീറ്റെയിൽസ്, നമ്മളെ ബില്ലില്ലേ ഇൻവോയ്സിലെ ഡീറ്റെയിൽസ് ആണ് ഇത് പറയുന്നത്. ഫുൾ ഇൻവോയ്സ്, ഡോക്യുമെന്റ് നമ്പർ, ടാക്സ് ഇൻവോയ്സ്, ബിൽ ഓഫ് സപ്ലൈ ആണ്, ബിൽ ഓഫ് സപ്ലൈ, ബിൽ ഓഫ് HSN കോഡ്, അതേപോലെ എന്തൊക്കെ ഗുഡ്സ് ആണ്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, കാര്യങ്ങൾ, അങ്ങനത്തെ ഒക്കെ. പാർട്ട് ബി ട്രാൻസ്പോർട്ടഡ് ഡീറ്റെയിൽസ് ആണ്. ട്രാൻസ്പോർട്ടഡ് ഡോക്യുമെന്റ് നമ്പർ, റെയിൽവേ ആണോ, എയർ ആണോ, എങ്ങനെയാണ്, റോഡാണോ, വെഹിക്കിൾ നമ്പറൊക്കെ കൊടുക്കും റോഡാണെങ്കിൽ. അപ്പോൾ അതിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് ആണ് പാർട്ട് ബി. സോ പാർട്ട് എയും പാർട്ട് ബിയും 2 പാർട്ടാണ് ഇതിലുള്ളത്.
However, information in part A may be furnished by the transporter on an authorization received from the registered person. നമ്മൾ പറഞ്ഞിരുന്നു പാർട്ട് എ വേണമെങ്കിൽ ട്രാൻസ്പോർട്ടർക്ക് തന്നെ ഫിൽ ചെയ്യാം ഇഫ് രജിസ്റ്റേർഡ് പേഴ്സൺ ഓതറൈസ്ഡ്. അതേപോലെ തന്നെ ഇ കൊമേഴ്സ് ഓപ്പറേറ്ററിന് കൊറിയർ ഏജൻസിക്കും ഫയൽ ചെയ്യാം ഇഫ് ഓതറൈസേഷൻ റിസീവ്ഡ് ഫ്രം ദി കൺസീനർ. മേലെ പറഞ്ഞ സെയിം പോയിന്റ്. ഇനി ഹു ഇസ് മാൻഡേറ്ററിലി റിക്വയർഡ് ടു ജനറേറ്റ് ഇ ബിൽ. താഴെ പറയുന്ന ഈ 3 കേസിൽ മാൻഡേറ്ററിലി ജനറേറ്റഡ് ടു എന്താ പറയുക ഇ ബിൽ എടുക്കണം എന്ന് പറയുന്നത്. വേർ ദി ഗുഡ്സ് ആർ ട്രാൻസ്പോർട്ടഡ് ബൈ എ രജിസ്റ്റേർഡ് പേഴ്സൺ വെദർ ആസ് കൺസൈനർ ഓർ ആസ് റിസീവൻ ആസ് എ കൺസൈനി whether in his own conveyance or on public conveyance by the road, the said person shall have to generate e-way bill. സോ ഇവിടെ ആരാണ് മാൻഡേറ്ററി ഇ-വേ ബിൽ എടുക്കേണ്ടതെന്ന് ചോദിക്കുന്നത്. എടുക്കേണ്ട പേഴ്സൺ ആരാണ്? അപ്പോൾ വെൻ ഗുഡ്സ് ആർ ട്രാൻസ്പോർട്ടഡ് ബൈ രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. വെദർ ആസ് കൺസൈനർ ആയിരിക്കാം ഓർ ആസ് എ റിസീപ്പന്റ്. അപ്പോൾ ഇവിടെ രജിസ്റ്റേർഡ്, അതായത് ഇവിടെ ഇ-വേ ബിൽ എടുക്കാനുള്ള ബാധ്യസ്ഥത കൊടുക്കുക ആർക്കാണ്? രജിസ്റ്റേർഡ് പേഴ്സൺ ആണോ രജിസ്റ്റേർഡ് പേഴ്സൺ ആണോ? രജിസ്റ്റേർഡ് പേഴ്സൺക്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞത് അയാളുടെ ഓൺ കൺവെയൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അയാളുടെ പബ്ലിക് കൺവെയൻസ് വഴി റോഡ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ ഇവിടെ ഇ-വേ ബിൽ ജനറേറ്റ് ചെയ്യേണ്ടത് ആരാ? ഈ രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് ജനറേറ്റ് ചെയ്യേണ്ടത്. ആ രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് ഇവിടെ ജനറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അയാൾ റിസീപ്പൻറ്റും ആയിരിക്കാം, അല്ലെങ്കിൽ സപ്ലയറും ആയിരിക്കും, കൺസൈനറോ കൺസൈനി ആയിക്കോട്ടെ, ആരാണെങ്കിലും അയാളാണ് രജിസ്റ്റേർഡ് പേഴ്സൺ. അപ്പോൾ രണ്ടും രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിലും ആർക്ക് വേണമെങ്കിലും ഇ-വേ ബിൽ എടുക്കാം. ആരും നിർബന്ധം പറയുന്നില്ല, സപ്ലയറും റിസീപ്പൻറ്റും എടുക്കാം. പക്ഷെ ഇവിടെ ഒരാളാണെന്നുണ്ടെങ്കിൽ ആ രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് എന്ത് ചെയ്യേണ്ടത്? ഇ-വേ ബിൽ എടുക്കണ്ടേ. Where the e-way bill is not generated by the registered person and the goods are handed over to transporter for the transportation of goods by road. ഇനി രജിസ്റ്റേർഡ് പേഴ്സൺ എന്ത് ചെയ്തില്ല? ഇ-വേ ബിൽ എടുത്തില്ല. അപ്പോൾ പിന്നെ ആരെടുക്കുക? ഗുഡ്സ് ആണെങ്കിൽ ട്രാൻസ്പോർട്ടർക്ക് ഹാൻഡ് ഓവറും ചെയ്തു ട്രാൻസ്പോർട്ടേഷൻ വേണ്ടിയിട്ട്. അപ്പോൾ രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൽ ഫർണിഷ് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ട്രാൻസ്പോർട്ട് ഇൻ പാർട്ട് ബി ഓൺ ദി കോമൺ പോർട്ടൽ ആൻഡ് ദി ഇ-വേ ബിൽ ഷാൽ ബി ജനറേറ്റഡ് ബൈ ദ ട്രാൻസ്പോർട്ടർ ഓൺ ദി സൈഡ് പോർട്ടൽ ഓൺ ദി ബേസിസ് ഓഫ് ഇൻഫർമേഷൻ ഫർണിഷ്ഡ് രജിസ്റ്റേർഡ് പേഴ്സൺ ഇൻ പാർട്ട് എ. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? പാർട്ട് എ ഫിൽ ചെയ്തിട്ടുണ്ട്, പാർട്ട് ബി ഫിൽ ചെയ്തിട്ടില്ല. ഒന്നെങ്കിൽ മൊത്തം ഇ-വേ ബില്ല് ആർക്ക് ജനറേറ്റ് ചെയ്യാം? ഈ രജിസ്റ്റേർഡ് പേഴ്സണെ ജനറേറ്റ് ചെയ്യാം. ഞാനാണ് രജിസ്റ്റേർഡ് പേഴ്സൺ, എനിക്ക് മൊത്തം പാർട്ട് ബി അടക്കം ജനറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ട്രാൻസ്പോർട്ടർക്ക് കൊടുക്കാം. ട്രാൻസ്പോർട്ടർ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ. അതല്ലാന്നുണ്ടെങ്കിൽ പാർട്ട് എ മാത്രം ഫിൽ ചെയ്തിട്ട് പാർട്ട് ബി ആരെ കൊണ്ട് ഫിൽ ചെയ്യിപ്പിക്കാം? ട്രാൻസ്പോർട്ടർ കൊണ്ട് ഫിൽ ചെയ്യിപ്പിക്കാം. ഈ 5 ഓതറൈസ്ഡ് പാർട്ട് എയും ആരെ കൊണ്ട് ഫിൽ ചെയ്യിപ്പിക്കാം? ട്രാൻസ്പോർട്ടർ കൊണ്ട് ഫിൽ ചെയ്യിപ്പിക്കാം. ഓക്കെ, ഇതൊക്കെ ബേസിക് പോയിന്റ് ആണ്, നോട്ട് റെലവെന്റ് ഫ്രം യുവർ എക്സാം പെർസ്പെക്റ്റീവ്. പ്രാക്ടിക്കൽ പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണിത്. വെർ ദി ഗുഡ്സ് ആർ ട്രാൻസ്പോർട്ട് ബൈ റെയിൽവേസ്. ഇതിലൊരു പോയിന്റ് ഉണ്ട്. ഇനിയിപ്പോൾ ഇതിപ്പോൾ മേലെ പറഞ്ഞ റോഡ് മാർഗ്ഗമൊക്കെ പറഞ്ഞു. ഇപ്പോൾ റെയിൽവേ അല്ലെങ്കിൽ എയർ വെസലാണെന്നുണ്ടെങ്കിൽ, റോഡ് അല്ലാത്ത വേറെ ഏതെങ്കിലും കേസാണെന്നുണ്ടെങ്കിൽ, ദി ഇ-വേ ബിൽ ഷാൽ ബി ജനറേറ്റഡ് ബൈ ദ രജിസ്റ്റേർഡ് പേഴ്സൺ ബീങ് സപ്ലയർ ഓർ ദ റിസീപ്പന്റ് ഹു ഷാൽ എയ്തർ ബിഫോർ ഓർ ആഫ്റ്റർ ദി കമൻസ്മെന്റ് ഓഫ് ദി മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഫർണിഷ് ഇൻഫർമേഷൻ ഇൻ പാർട്ട് ബി. ദാറ്റ് മീൻസ് ഈ റെയിൽവേ നമ്പർ അല്ലെങ്കിൽ ബിൽ നമ്പർ, ഡോക്യുമെന്റ് നമ്പർ, എയർ ആണെങ്കിൽ എയർ അതിൻ്റെ നമ്പർ വിൽ ബി പാർട്ട് ബിയിൽ എന്ത് ചെയ്യും? ഫർണിഷ് ചെയ്തെടുക്കും. ഇവിടെ പറഞ്ഞത് ബിഫോർ ഓർ ആഫ്റ്റർ ദി കമൻസ്മെന്റ്. ഏതർ ബിഫോർ ഓർ ആഫ്റ്റർ ദി മൂവ്മെന്റ് ഓഫ് ഗുഡ്സിന് മുന്നെയോ അല്ലെങ്കിൽ ആഫ്റ്ററോ ഇ-വേ ബിൽ എടുത്താൽ മതി എന്നാണ് പറയുന്നത്. നമ്മൾ അവിടെ പറഞ്ഞിരുന്നത് മൂവ്മെന്റ് ഓഫ് ഗുഡ്സിന് മുന്നേ എടുക്കണം എന്ന് പറയുന്നത്. ഇവിടെ ഒരു ആഫ്റ്റർ, ബിഫോർ ഓർ ആഫ്റ്റർ, ഏതർ ബിഫോർ ഓർ ആഫ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് മാത്രമേ അവിടെ പോയിന്റ് ഉള്ളൂ. ഇനി ഇവിടെ നോട്ടിൽ പറയുന്നുണ്ട് വെർ ദി ഗുഡ്സ് ആർ ട്രാൻസ്പോർട്ടഡ് ബൈ റെയിൽവേസ്. സ്പെസിഫിക്കലി ടു റെയിൽവേസിന്റെ കേസിൽ പറയുന്നത് ദർ ഇസ് നോ റിക്വയർമെന്റ് ടു ക്യാരി ഇ-വേ അലോങ് വിത്ത് ദി ഗുഡ്സ്. സാധാരണ ഗുഡ്സ് പോകുമ്പോൾ അതിന്റെ കൂടെ ഇ-വേ ബില്ലും കൂടി എന്ത് ചെയ്യണം? കൂടെ വെച്ചിരിക്കണം എന്നുണ്ട്. പക്ഷേ റെയിൽവേന്റെ കേസിൽ കൂടെ ഇ-വേ ബില്ല് വെക്കണം എന്നില്ല. ബട്ട് റെയിൽവേ ഹാസ് ടു ക്യാരി ഇൻവോയ്സ് ഓർ ഡെലിവറി ചലാൻ ഓർ ബിൽ ഓഫ് സപ്ലൈ. ഒരു ബില്ല് ഉണ്ടായിരിക്കണം, ഇൻവോയ്സ് ഉണ്ടായിരിക്കണം, പക്ഷേ അതിന്റെ കൂടെ ഇ-വേ ബില്ല് വേണമെന്നില്ല. റിക്വയർമെന്റ് ഇല്ല, വെച്ചാലും കുഴപ്പമില്ല. ഫർദർ ഇ-വേ ബിൽ, ഇനിയിപ്പോൾ ഇ-വേ ബിൽ, അപ്പോൾ അതിന്റെ അർത്ഥം ഇ-വേ ബിൽ വേണ്ടാന്നാണോ? അല്ല, അതാണ് അടുത്ത പോയിന്റ് പറയുന്നത്. ഇ-വേ ബിൽ ജനറേറ്റഡ് ദി മൂവ്മെന്റ് ഈസ് റിക്വയർഡ് ടു ബി പ്രൊഡ്യൂസ്ഡ് അറ്റ് ദി ടൈം ഓഫ് ഡെലിവറി ഓഫ് ഗുഡ്സ്. ഡെലിവറി ഓഫ് ഗുഡ്സിന്റെ ടൈമിൽ കാണിച്ചു കൊടുക്കേണ്ടത് ഇ-വേ ബിൽ, അത്രേ ഉള്ളൂ. അല്ലാതെ ആ മൂവ്മെന്റ് ഓഫ് ഗുഡ്സിന്റെ ടൈമിൽ എന്ത് വേണ്ട? സാധാരണ മൂവ്മെന്റ് ഓഫ് ഗുഡ്സിന്റെ ടൈമിൽ എന്ത് വേണം? ഇ-വേ ബിൽ കൂടെ വെക്കണം. പക്ഷേ അവിടെ ഇൻവോയ്സ് മാത്രം മതി റെയിൽവേന്റെ കേസിൽ. പക്ഷേ ഇ-വേ ബിൽ എവിടെ കാണിച്ചു കൊടുത്താൽ മതി? ഡെലിവറി ചെയ്യുമ്പോൾ കാണിച്ചു കൊടുത്താൽ മതി. റെയിൽവേ ഷാൽ നോട്ട് ഡെലിവർ ദി ഗുഡ്സ് അൺലെസ് ഇ-വേ ബിൽ റിക്വയർഡ് ദ റൂൾസ് പ്രൊഡ്യൂസ്ഡ്. റെയിൽവേസ് എന്ത് ചെയ്യില്ല? സാധനം ഡെലിവർ ചെയ്യില്ല ഇ-വേ ബിൽ കാണിച്ചു കൊടുക്കാതെ. The registered person or transporter may, at his opinion, generated and carry the e-way bill even if the value of consignment is less than 50,000. അപ്പം എന്താ പറയുക, അയാൾക്ക് ഇ-വേ ബിൽ വേണം തോന്നുകയാണെങ്കിൽ ലെസ് ദാൻ 50,000 ആണെങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇപ്പം 50,000 താഴെയാണ് സാധനം, ഇ-വേ ബിൽ ജനറേറ്റ് ചെയ്യാൻ നിർബന്ധമില്ല. പക്ഷേ ജനറേറ്റ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല, വേണമെങ്കിൽ ജനറേറ്റ് ചെയ്യാം. Where the movement is caused by the registered person either in his own conveyance or a hired one or through a transporter, the transporter may at their opinion generate the bill. So അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഈ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് കാരണക്കാരൻ, അതായത് മൂവ്മെന്റ് ഓഫ് കോസ് ഓഫ് ഗുഡ്സ് മൂവ്മെന്റ് ചെയ്യുന്നതിന്റെ കാരണം, കോസ് ഓഫ് മൂവ്മെന്റ് ഈ പറഞ്ഞ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അയാളുടെ കൺവെൻഷനിലായിരിക്കാം, അല്ലെങ്കിൽ ഹയേർഡ് വൺ ആയിരിക്കാം, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടർ ത്രൂ ആയിരിക്കാം. മേ അറ്റ് ദെയർ ഒപ്പീനിയൻ ജനറേറ്റ് ദി ഇ-വേ ബിൽ. അയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇ-വേ ബിൽ അറ്റ് ദെയർ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഇ-വേ ബിൽ ജനറേറ്റ് ചെയ്യാം. മേ ആണ് ഇവിടെ, മേ ആണ്. ഓക്കെ, നെക്സ്റ്റ്, വെൻ ഈസ് നോട്ട് മാൻഡേറ്ററി ടു ഫർണിഷ് ഡീറ്റെയിൽസ് ഓഫ് പാർട്ട് ബി. പാർട്ട് ബി ചെയ്യേണ്ടാത്ത സാഹചര്യങ്ങൾ. അപ്പോൾ താഴെ പറയുന്ന കേസിൽ പാർട്ട് എ മാത്രം ഫില്ല് ചെയ്താൽ മതി, ജനറേറ്റ് ചെയ്യാം. പാർട്ട് ബി ഫില്ല് ചെയ്യേണ്ട. അതായത് ട്രാൻസ്പോർട്ടർ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യേണ്ടാത്ത കേസസ് ഏതൊക്കെയാണ്? ഇ-വേ ബിൽ ഈസ് വാലിഡ് ഫോർ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ബൈ റോഡ് ഓൺലി വെൻ ദ ഇൻഫർമേഷൻ ഇൻ പാർട്ട് ബി ഈസ് ഫർണിഷ്ഡ്.
സോ പാർട്ട് ബി നിർബന്ധമായിട്ട് ഫയൽ ചെയ്യണം. പക്ഷേ ഹവർ ഡീറ്റെയിൽസ് ഓഫ് കൺവെയൻസ് മേ നോട്ട് ബി ഫർണിഷ് ഇൻ പാർട്ട് ബി ഓഫ് ദി ഇ വേ ബിൽ വെർ ദി ഗുഡ്സ് ആർ ട്രാൻസ്പോർട്ടഡ് ഫോർ എ ഡിസ്റ്റൻസ് അപ് ടു 50 കിലോമീറ്റർ വിത്തിൻ ദി സ്റ്റേറ്റ്. അതായത് ഇത് പഠിച്ചു വെച്ചോ MCQ. 50 കിലോമീറ്ററിൻ്റെ ചുറ്റളവിലാണ് ഈ പറഞ്ഞ സാധനം ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുണ്ടെങ്കിൽ എന്ത് വേണ്ട, പാർട്ട് ബി ഫില്ല് ചെയ്യണ്ട. അതായത് ഇ വേ ബില്ല് വേണ്ട എന്നല്ല പറഞ്ഞത്. പല ആൾക്കാർക്കും തെറ്റിദ്ധാരണയുണ്ട് 50 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഇ വേ ബില്ലേ വേണ്ട. അങ്ങനെയല്ല, ഇ വേ ബില്ലിൻ്റെ പാർട്ട് എ വേണം, ട്രാൻസ്പോർട്ട് ഡീറ്റെയിൽസ് ആയിട്ടുള്ള പാർട്ട് ബി കൊടുക്കണ്ട എന്ന്. 50 കിലോമീറ്റർ ഇമ്പോർട്ടൻറ്റ് ഫ്രം MCQ. അതിലെന്ത് ഇ വേ ബിൽ വേണ്ട എന്നാണോ പറഞ്ഞത്? എന്ത് വേണ്ട? പാർട്ട് ബി വേണ്ട, പാർട്ട് എ മാത്രം മതി. വിത്തിൻ ദി സ്റ്റേറ്റ് ആണ്. വേറെ സ്റ്റേറ്റ് മാറിക്കഴിഞ്ഞാൽ 50 കിലോമീറ്റർ ഇത് കിട്ടൂല. അതായത് 50 കിലോമീറ്റർ ഇപ്പം നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന അതിർത്തിയിലൊക്കെ കിടക്കുന്നതാണെങ്കിൽ അടുത്ത സ്റ്റേറ്റ് മാറിക്കഴിഞ്ഞാൽ 50 കിലോമീറ്ററിന്റെ ബെനിഫിറ്റ് ഇല്ല. വിത്തിൻ ദി സ്റ്റേറ്റ് ഡിസ്റ്റൻസ് അപ് ടു 50 കിലോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ പാർട്ട് ബി ഫിൽ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഫ്രം ദി പ്ലേസ് ഓഫ് ബിസിനസ് ഓഫ് കൺസൈനർ ടു പ്ലേസ് ഓഫ് ബിസിനസ് ഓഫ് ട്രാൻസ്പോർട്ടർ ഫോർ ഫർദർ ട്രാൻസ്പോർട്ടേഷൻ. ഇപ്പോൾ കൺസൈനർ എടുത്തുനിന്ന് ട്രാൻസ്പോർട്ടർക്ക് സാധനം, കൊറിയർ ഏജൻസി അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടർക്ക് സാധനം എത്തിക്കണ്ടേ? അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഇല്ലേ, അതുവരെയുള്ള ഇ വേ ബിൽ എടുക്കണം. മൂവ്മെന്റ് ഓഫ് ഗുഡ്സിന് ഇ വേ ബിൽ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പിന് എടുക്കണ്ട. അതായത് എൻ്റെ ബിസിനസ് പ്ലേസിൽ നിന്ന് ട്രാൻസ്പോർട്ടറിന്റെ ബിസിനസ് പ്ലേസിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സാധനം അങ്ങോട്ട് എത്തിച്ചു കൊടുക്കണ്ടേ? ആ ഒരു മൂവ്മെന്റ് ഓഫ് ഗുഡ്സിന് ഇ വേ ബിൽ എടുക്കണോ? വേണ്ട. ഫ്രം ദി പ്ലേസ് ഓഫ് ബിസിനസ് ഓഫ് ട്രാൻസ്പോർട്ടർ ഫൈനലി ടു ദി പ്ലേസ് ഓഫ് കൺസൈൻ. അതായത് അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചും ട്രാൻസ്പോർട്ടറെ കയ്യിൽ നിന്ന് ഞാൻ സാധനം എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കേസിൽ എന്ത് വേണ്ട? ഇ വേ ബില്ല് വേണ്ട. മനസ്സിലായോ? ഓക്കെ അല്ലേ? ഈ 3 സാഹചര്യത്തിൽ ഇ വേ ബില്ല് വേണ്ട. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് 50 കിലോമീറ്ററിന്റെ കേസായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് യുണീക്ക് ഇ വേ ബിൽ നമ്പർ കിട്ടും നമ്മൾ ഇ വേ ബില്ല് എടുത്തു കഴിഞ്ഞാൽ. ഒന്നും പറയാനില്ല. പിന്നെ ട്രാൻസ്പോർട്ടർ ഫ്രം ഓൺ കൺവെയൻസ് ആണ്. വേർ ദി ഗുഡ്സ് ആർ ട്രാൻസ്പോർട്ട് ഫ്രം ഓൺ കൺവെയൻസ് ടു അനദർ, ദി കൺസൈനർ ഓർ റിസീവന്റ് വാസ് പ്രൊവൈഡ് ഇൻഫർമേഷൻ പാർട്ടി എ ഓർ ട്രാൻസ്പോർട്ടർ ഷാൽ ബിഫോർ സച്ച് ട്രാൻസ്ഫർ ഫർദർ അപ്ഡേറ്റ് ദി ഡീറ്റെയിൽസ് ഓഫ് കൺവെയൻസ് ഇൻ ഇ വേ ബിൽ ഫോർ പാർട്ടി. അതായത് ഒരു കൺവെയൻസിൽ നിന്ന്, ഒരു വെഹിക്കിളിൽ നിന്ന് അടുത്ത വെഹിക്കിളിലോട്ട് നമ്മൾ മോഡ് മാറ്റുകയാണ്. വേറെ മോഡല്ല, ആ വെഹിക്കിളിൽ നിന്ന് വേറെ വെഹിക്കിളിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. ചിലപ്പോൾ സപ്പോസ് ആ വെഹിക്കിൾ കേട് വരിക എന്തെങ്കിലും ആയിട്ടായിരിക്കാം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാർട്ട് ബിയിൽ ഇപ്പോൾ ഓൾഡ് വെഹിക്കിൾ അല്ലേ ഉള്ളത്, അപ്പോൾ അതെന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്യണം. പാർട്ട് ബിയിൽ എന്താ ഈ വെഹിക്കിൾക്ക് മാറിയിട്ടുണ്ടെന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അത്രയേ ഉള്ളൂ. അപ്ഡേറ്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ശരിയല്ല. അസൈനിങ് ദി ഇ വേ ബിൽ, അതായത് പല റീസൺ കൊണ്ടായിരിക്കാം കൺവെയൻസ് മാറുന്നത്. ഒരു കൺവെയൻസ് അടുത്ത ആദ്യം ഒരു ലോറി ആയിരുന്നു, ലോറിയിൽ എന്തോ കംപ്ലൈൻ്റ് ആയി, ആ ലോറി മാറ്റിയിട്ട് വേറൊരു ചെറിയ പിക്കപ്പ് അങ്ങനെ എന്തെങ്കിലും ആക്കി. അപ്പം അങ്ങനെ ആക്കുമ്പോൾ ആ പിക്കപ്പ് മാറി എന്നുള്ളത് അറിയിക്കണ്ടേ? അപ്പോൾ പാർട്ട് ബിയിൽ ഇപ്പോൾ എന്താണുള്ളത്? ലോറിയാണുള്ളത്. അപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് എന്താക്കണം? പിക്കപ്പ് ആക്കണം. ഇതൊക്കെ പ്രാക്ടിക്കലി സംഭവിക്കുന്നതാണ്. Then the consignor or recipient was furnished the information in Part A form GST EW01 or may assign the e-bill number to another registered or enrolled transport for updating the information in Part B of form GST EW01 for further movement of consignment. However, after the details of conveyance are updated by the transporter in Part B, the consignor recipient, as case may be, was furnished the information in Part A of form GST EW01 shall not be allowed to assign the e-bill number to another transporter. അതായത് ഈ വേറെ ട്രാൻസ്പോർട്ടർക്ക് അസൈൻ ചെയ്യാൻ പറ്റുമെന്ന്. ഈ വെബിൽ ജനറേറ്റ് ചെയ്തതിന് ശേഷം വേറെ ട്രാൻസ്പോർട്ടർക്ക് ആ പറഞ്ഞ സാധനം അത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ, മീൻസ് അത് അസൈൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. ഈ ഡീറ്റെയിൽസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം അത് അലൗ ചെയ്യൂല. അതായത് വേറെ ട്രാൻസ്പോർട്ടർക്ക് നമുക്ക് ഈ പാർട്ടി എ ഷാൽ നോട്ട് ബി അലൗഡ് ടു അസൈൻ ഇ വേ ബിൽ നമ്പർ ടു അനദർ ട്രാൻസ്പോർട്ടർ. വേറെ ഓൾറെഡി ഫുൾ ഫില്ലപ്പ് ചെയ്തിട്ട് ഇനി അത് അസൈൻ ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. വേറെ ട്രാൻസ്പോർട്ടർക്ക്, ഒരു ട്രാൻസ്പോർട്ടർ ഡീറ്റെയിൽസ് മൊത്തം ഫില്ലപ്പ് ചെയ്ത് എല്ലാം അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വേറെ ട്രാൻസ്പോർട്ടർക്ക് പറ്റൂല. ഓക്കെ, ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇറ്റ്സ് മോർ ഇമ്പോർട്ടൻറ്റ് ഫ്രം ദി പ്രാക്ടിക്കൽ പെർസ്പെക്റ്റീവ്. ഓക്കെ, എക്സാം പെർസ്പെക്റ്റീവ് ഇവിടെ ഒന്നും ചോദിക്കാനില്ല. യു ക്യാൻ സ്കിപ്പ് ദിസ്. പറഞ്ഞേ ഉള്ളൂ. ആഫ്റ്റർ ഇ വേ ബിൽ ഹാസ് ബീൻ ജനറേറ്റഡ് വേർ മൾട്ടിപ്പിൾ കൺസൈൻമെന്റ് ആർ ഇൻറ്റൻഡ് ടു ബി ട്രാൻസ്പോർട്ടർ ഇൻ ഓൺ കൺവെയൻസ്. അതായത് കുറേ കൺസൈൻമെന്റ്സ് ഉണ്ട്, മൾട്ടിപ്പിൾ കൺസൈൻമെന്റ് ആണ്, ഒറ്റ കൺവെയൻസിലാണ് സാധനം പോകുന്നത്. അപ്പോൾ ഈ കേസിൽ മൾട്ടിപ്പിൾ ഇ വേ ബിൽ വേണോ അതായത് കൺസോളിഡേറ്റഡ് ഇ വേ ബിൽ എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു കൺവെയൻസിൽ ഒരു വെഹിക്കിൾ മൾട്ടിപ്പിൾ കൺസൈൻമെന്റ്സ് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇ വേ ബിൽ, ഒറ്റ ഇ വേ ബിൽ, എല്ലാത്തിനും ഓരോ ഇ വേ ബിൽ വേണം, ഓരോ കൺസൈൻമെന്റിന് ഓരോ ഇ വേ ബിൽ വേണം. അത് മൊത്തത്തിൽ ഒന്ന് എടുക്കാൻ പറ്റുമോ? കൺസോളിഡേറ്റഡ് ഇ വേ ബിൽ എടുക്കാൻ പറ്റുമോ? പറ്റും. ദ ട്രാൻസ്പോർട്ടർ മേ ഇൻഡിക്കേറ്റ് സീരിയൽ നമ്പർ ഓഫ് ഇ വേ ബിൽ ജനറേറ്റഡ് ഇൻ റെസ്പെക്ട് ഓഫ് ഈച്ച് സച്ച് കൺസൈൻമെന്റ് ഇലക്ട്രോണിക്കലി ഓൺ ദി കോമൺ പോർട്ടൽ ആൻഡ് എ കൺസോളിഡേറ്റഡ് ഇ വേ ബിൽ ഇൻ ഫോം GST EW01 മേ ബി ജനറേറ്റഡ്. ഇതൊക്കെയാണ് ട്രാൻസ്പോർട്ടർ ചെയ്യുന്ന പരിപാടി. അതായത് ഇപ്പോൾ കുറേ കൺസൈൻമെന്റ്സ് ഉണ്ട്, ആ കൺസൈൻമെന്റിനൊക്കെ ഓരോരോ ഇ വേ ബിൽ ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ കൂടി ക്യാരി ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? അതെല്ലാം കൂടി കാണിച്ചിട്ട് കൺസോളിഡേറ്റഡ് ഇ വേ ബിൽ ഉണ്ടാക്കിയാൽ മതി ഫോം GST EW02. ഓക്കെ, EW02 എന്ന് പറഞ്ഞിട്ട് കൺസോളിഡേറ്റഡ് ഇ വേ ബിൽ ഓപ്ഷൻ ഉണ്ട്. അപ്പം ഓൾറെഡി ജനറേറ്റഡ് ഇ വേ ബിൽ ഒക്കെ കൂടി വെച്ചിട്ട്, ആ സീരിയൽ നമ്പർ ഒക്കെ കൂടി വെച്ചിട്ട് ഒറ്റ കൺസോളിഡേറ്റഡ് ഇ വേ ബിൽ മാത്രം വെക്കുക. അത് മാത്രം വെച്ചിട്ട് ട്രാൻസ്പോർട്ടേഷൻ നടത്താൻ പറ്റും. അപ്പോൾ ഈ KTC KRS അങ്ങനത്തെ ഉള്ള ഒരുപാട് ട്രാൻസ്പോർട്ടേഴ്സ് ഒക്കെ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് ഇവർക്ക് ഓരോരുത്തർ, ഇപ്പോൾ ഞാൻ എൻ്റെ ഇ വേ ബില്ലും ബില്ല് അടക്കമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്പോർട്ടർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവരത് വെച്ചിട്ട് ആ സാധനം വെച്ചിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും? ഇതേപോലെ ഒരുപാട് ആൾക്കാർ കൊടുത്തിട്ടുണ്ടാവില്ലേ? അപ്പോൾ ഒക്കെ കൂടി വെച്ചിട്ട് ഒരു ഒറ്റ ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? സാധനം കയറ്റി അവരൊക്കെ ഒറ്റ വെഹിക്കിളിലാവില്ലേ പോവുക?
അപ്പോൾ ഈ അപ്പോൾ കൂടി ക്യാരി ചെയ്യുന്നതിന് പകരം ഇതെല്ലാം കൂടി വെച്ചിട്ട് ഒരൊറ്റ ഇവബിൾ ജനറേറ്റ് ചെയ്തിട്ട് അത് വെച്ച് ക്യാരി ചെയ്താൽ പോരെ. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി. അപ്പോൾ എല്ലാം കൂടി ക്യാരി ചെയ്യണം, എല്ലാ ഇവബിളും ജനറേറ്റ് ചെയ്യണം. അത് നോക്കണേ, എല്ലാത്തും കൺസൈൻമെൻറ്റ് ഇവബിൾ ജനറേറ്റ് ചെയ്തിരിക്കണം. പക്ഷേ ഇതെല്ലാം കൂടി വെക്കണ്ട, ഇതെല്ലാം കൂടി മെർജ് ചെയ്തിട്ട് ഒരു കൺസോളിഡേറ്റഡ് ഇവബിൾ ആക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ആ ഫോം നെയിം പഠിച്ചു വെച്ചോ. കൺസോളിഡേറ്റഡ് ഇവബിളിൻ്റെ ഫോം നെയിം 02 ആണ്. Where an e-waybill has been generated under this rule, but goods are either not transported or not transported as per the details furnished in e-waybill, the e-waybill may be cancelled electronically on a common portal within 24 hours of the generation of the e-waybill. So e-waybill ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയൊക്കെ ചെയ്ത്, പക്ഷേ അത് നടന്നില്ല, ഗുഡ്സ് ട്രാൻസ്പോർട്ടഡ് ആയില്ല, അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത്, ആ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ആ ടൈമിൽ ക്യാൻസൽ ചെയ്ത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ e-waybill ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? പറ്റും. e-waybill വിത്തിൻ 24 hours ക്യാൻസൽ ചെയ്യാം, അത് കഴിഞ്ഞാൽ പറ്റൂല. ഓക്കെ, e-waybill വിത്തിൻ 24 hours ക്യാൻസൽ ചെയ്യാം. സോ e-waybill ക്യാൻസൽ ചെയ്യാനുള്ള ടൈം ലിമിറ്റ് 24 hours ആണ്. പഠിച്ചു വെച്ചോ. നമ്മളെവിടെ വരും? നമ്മളെ MCQ വരും. Then e-waybill cannot be cancelled. It has been verified in transit according with the rule 138B-യിലാണ് ഈ വെരിഫിക്കേഷൻ വരുന്നത്. അതായത് സാധനം പോകുന്നതിൻ്റെ ഇടയിൽ വെരിഫൈ ചെയ്യാൻ പറ്റുമോ? പറ്റും. അങ്ങനെ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു e-waybill ആണെങ്കിൽ പിന്നെ ക്യാൻസൽ ചെയ്യാൻ പറ്റൂല എന്ന്. ഓൾറെഡി ഓഫീസർ വെരിഫൈ ചെയ്തതിന് ശേഷമുള്ള e-waybill ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂല? ക്യാൻസൽ ചെയ്യാൻ പറ്റൂല. നെക്സ്റ്റ്, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി പറയാൻ പോകുന്ന വാലിഡിറ്റി പീരീഡ് ഇല്ലേ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, റിയലി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇതിൻ്റെ വാലിഡിറ്റി പീരീഡാണ് ചോദിക്കുന്നത്. e-waybill പീരീഡ് എത്ര പീരീഡ് വരെ ഒരു e-waybill ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പീരീഡ് എത്ര വരെ കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. ഏത് വരെ അതിൻ്റെ പീരീഡ് കിട്ടും. ദ വാലിഡിറ്റി ഓഫ് e-waybill ഡിപ്പെൻഡ്സ് ഓൺ ദി ഡിസ്റ്റൻസ്. അപ്പോൾ ഡിസ്റ്റൻസ് ബേസ്ഡ് ആണ് e-waybill എടുക്കുന്നത്. ഈ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിൻ്റെ എത്രയാണോ ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസ് അനുസരിച്ചിട്ടാണ് e-waybill ഇത് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 200 കിലോമീറ്റർ വരെ. അപ്പോൾ 200 കിലോമീറ്റർ വരെ 1 ഡേ ആണ്. ഇൻ കേസ് അതർ ദാൻ ഓവർ ഡയമെൻഷണൽ കാർഗോ ഓർ മൾട്ടി മോഡൽ ഷിപ്മെന്റ്. ഓവർ ഡയമെൻഷണൽ കാർഗോ മൾട്ടി മോഡൽ ഷിപ്മെന്റ് എന്ന് പറഞ്ഞാൽ വലിയ സാധനമില്ലേ, കണ്ടെയ്നർ ഇങ്ങനെ കൂട്ടിയിട്ടുള്ള, എങ്ങനെ ഇപ്പോൾ വരച്ച് കാണിച്ചു തരാം. വലിയൊരു സാധനം. ഓക്കെ, നമ്മളെ എന്താ പറയുക, പതുക്കെ നീങ്ങുന്ന കണ്ടെയ്നറൊക്കെ വെച്ചിട്ടുള്ള വലിയ വണ്ടിയില്ലേ, അതല്ലാത്ത ബാക്കിയല്ലോ അതർ ദാൻ ആണ്. അതായത് നോർമൽ വെഹിക്കിൾ. അപ്പോൾ നോർമൽ വെഹിക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡേ ആണ്. 200 കിലോമീറ്റർ വരെ ഒരു ഡേ ആണ് e-waybill വാലിഡിറ്റി. അതായത് ഒരു ഡേ കൊണ്ട് 200 കിലോമീറ്റർ ഒക്കെ ക്രോസ് ചെയ്താൽ പറ്റൂലോ, എത്തിക്കാൻ പറ്റൂലേ? പറ്റും. സോ അതുകൊണ്ട് തന്നെ ഒരു ഡേ ആണ് മാക്സിമം ഒരു 200 കിലോമീറ്റർ. എന്നിട്ട് പിന്നെ പറയുന്നത് ഫോർ എവരി 200 കിലോമീറ്റർ ഓർ പാർട്ട് ദെയർ ഓഫ്. പിന്നെ 200 കിലോമീറ്റർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് അഡീഷണൽ ഡേ കിട്ടും. അത് പാർട്ടായാലും മതി, ഒന്ന് അഡീഷണൽ ഡേ കിട്ടും. അതായത് ഇപ്പോൾ 250 കിലോമീറ്റർ ആയി, അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം? 2 days. 200 വരെ ഒരു ദിവസം, 200 ക്രോസ് ചെയ്തുകൊണ്ട് അതിൻ്റെ പാർട്ടിന്, ഓരോ പാർട്ടിനും ഓരോ അഡീഷണൽ ഡേ വെച്ച് കിട്ടും. അപ്പം 320 ഡേയ്സ്, 320 കിലോമീറ്റർ അങ്ങനെയാണെങ്കിലോ 4 ഡേയ്സ്. കാരണം ഓരോ 200 കിലോമീറ്ററിനല്ലേ, അപ്പോൾ 3 ഡേയ്സ് തന്നെ. 200 കിലോമീറ്റർ ഒരു ഡേ, പിന്നെ അടുത്ത 3 ഡേയ്സ് അല്ലേ, 2 ഡേയ്സ് തന്നെ. സോറി, മൈ മിസ്റ്റേക്ക്, മൈ ബാഡ്. ഓക്കെ, സോ ഓരോ 200 കിലോമീറ്റർ, 100 അല്ല, 100 എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. ഓരോ 200 കിലോമീറ്റർ വെച്ചിട്ട് ഓരോ അഡീഷണൽ എങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ 420 ഡേയ്സ് ആണെങ്കിലോ 420 ഡേയ്സ്. 200 കിലോമീറ്റർ വരെ 1, അടുത്ത 200 കിലോമീറ്റർ വരെ 2, 3 ദിവസം കിട്ടും. ഓക്കെ, സോ ഓരോ 200 കിലോമീറ്റർ അത് പാർട്ടായാലും മതി, അഡീഷണൽ കിട്ടിക്കൊണ്ടിരിക്കും. ഇത് സാധാ വെഹിക്കിളിനെ സംബന്ധിച്ചിടത്തോളം അതർ ദാൻ ഓവർ ഡയമെൻഷണൽ കാർഗോ ഒരു മൾട്ടി മോഡൽ ഷിപ്മെന്റ്. ഇനി ഈ ഓവർ ഡയമെൻഷണൽ കാർഗോ അല്ലെങ്കിൽ മൾട്ടി മോഡൽ ഷിപ്മെന്റ് ആണെങ്കിൽ അവിടെ 20 കിലോമീറ്റർ. ഇത് ലോജിക്ക് എന്താ, ഇത് പതുക്കല്ലേ പോവുള്ളൂ. അപ്പോൾ ഒരു ദിവസമൊക്കെ ഒരു 20 കിലോമീറ്റർ ഒക്കെ ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്, പതുക്കല്ലേ പോവുക. അപ്പോൾ 20 കിലോമീറ്റർ വരെ ഒരു ഡേ, പിന്നെ ഓരോ 20 കിലോമീറ്റർ പാർട്ട് ദ റോഫിന് ഓരോ അഡീഷണൽ ഡേ വെച്ചിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അതിന് ഈ വാലിഡിറ്റി പീരീഡ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി ഡിറ്റർമിൻ ചെയ്യൂട്ടാ. അതായത് e-waybill നമ്മൾ ജനറേറ്റ് ചെയ്യുമ്പോൾ തന്നെ വാലിഡിറ്റി പീരീഡ് അതിൽ കാണിക്കും. ഇപ്പോൾ പ്രാക്ടിക്കലി പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നിങ്ങൾ ട്രെയിനിങ് പീരീഡിൽ നിങ്ങൾ എന്തായാലും e-waybill ഒക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കും. ഓക്കെ, നെക്സ്റ്റ്. പിന്നെ റെലവൻറ്റ് ഡേറ്റ ചോദിക്കുന്നത്, e-waybill ജനറേറ്റ് ചെയ്ത ആ വാലിഡിറ്റി പീരീഡ് കൗണ്ട് ചെയ്യുന്നത് എവിടെ മുതലാണെന്നാണ് ചോദിക്കുന്നത്. ഈ താഴെയുള്ള ഇത് നോക്കിയാൽ മനസ്സിലാവും. സപ്പോസ് e-waybill ജനറേറ്റഡ് ഓൺ 04 hours on 14th March. അതായത് പെലച്ചക്കാണ് എന്ത് ചെയ്തത്, പുലർച്ചക്കാണ് ഈ പറഞ്ഞ 14th മാർച്ചിനാണ് എന്ത് ചെയ്തത് e-waybill ജനറേറ്റ് ചെയ്തത്. അപ്പോൾ ആ ഡേ എൻഡ് ആവുന്നത് എവിടെയായിരിക്കും? അടുത്ത മിഡ് നൈറ്റ് 15th 16 മാർച്ച് മിഡ് നൈറ്റിലായിരിക്കും എൻഡ് ആവുക. അപ്പം തന്നെ എൻഡ് ആവില്ല. ഓക്കെ, സെക്കൻഡ് ഡേ വിൽ ബി ഇൻ 12 മിഡ് നൈറ്റ് ഓഫ് 16th സെൻ. അപ്പോൾ ഓരോ മിഡ് നൈറ്റ് അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ കൊണ്ടും പറയുന്നുണ്ട്, അഗെയിൻ വേണ്ട. The validity of the e-waybill start from when the first entry is made in part B, that is vehicle entry, that is
ഫസ്റ്റ് ടൈം ഇൻ കേസ് ഓഫ് റോഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫസ്റ്റ് ട്രാൻസ്പോർട്ട് ഡോക്യുമെന്റ് നമ്പർ എൻട്രി ഇൻ കേസ് ഓഫ് റെയിൽവേ ഓർ റെയിൽവേ. അപ്പോൾ പാർട്ട് ബി ഫില്ല് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ എന്ത് കിട്ടുക, വാലിഡിറ്റി പീരീഡ് സ്റ്റാർട്ട് ചെയ്യുക. പാർട്ട് എ മാത്രം ഫില്ല് ചെയ്താലല്ല. ഓക്കെ, ഇപ്പോൾ പാർട്ട് ബി ഫില്ല് ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ വാലിഡിറ്റി പീരീഡ് ജനറേറ്റ് ആവുന്നത്. വാലിഡിറ്റി ഓഫ് ദി വിൽ സ്റ്റാർട്ട് ഫ്രം വെൻ ഫസ്റ്റ് എൻട്രി മെയ്ഡ് ഇൻ പാർട്ട് ബി. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് വാലിഡിറ്റി ഈസ് നോട്ട് റീകാൽക്കുലേറ്റഡ് ഫോർ സബ്സിക്വന്റ് എൻട്രീസ് ഇൻ പാർട്ട് ബി. ഈ ഇപ്പോൾ പാർട്ട് ബി ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു, കൺവെൻസ് ഒക്കെ മാറുമ്പോൾ അതിനനുസരിച്ച് എന്താവില്ല, വാലിഡിറ്റി റീകാൽക്കുലേറ്റ് ആവില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഒരു എക്സാമ്പിൾ ആണ് താഴെ. യു ക്യാൻ ജസ്റ്റ് പോസ് ആൻഡ് റീഡ് ഇറ്റ്. ഓക്കെ, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും വാലിഡിറ്റി പീരീഡ്. Extension by consignor for certain categories of goods. Commissioner may, on the recommendation of the council, by notification, extend the validity period of an EV bill for certain categories of goods as may prescribed. So, council recommendation അനുസരിച്ച് നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം, വാലിഡിറ്റി പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇനി എക്സ്റ്റൻഷൻ ബൈ ട്രാൻസ്പോർട്ടിന് എക്സെപ്ഷൻസ് ആക്കാം. ഇത് കമ്മീഷണറുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് അങ്ങനെ കൗൺസിൽ കമ്മീഷണറും മേ ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് ദി കൗൺസിൽ അനുസരിച്ച് വാലിഡിറ്റി പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ്. അടുത്തത് സ്പെഷ്യൽ എക്സെപ്ഷണൽ സർക്കംസ്റ്റൻസിൽ എന്ത് ചെയ്യാൻ പറ്റും, എക്സ്റ്റൻഷൻ ചെയ്യാൻ പറ്റും. ദ ട്രാൻസ്പോർട്ടർ ക്യാൻ എക്സ്റ്റെൻഡ് ദി വാലിഡിറ്റി ഓഫ് ദി ഇവബിൾ ഇഫ് ദ കൺസൈൻമെന്റ് നോട്ട് ബീങ് റീച്ച് അറ്റ് ദ ഡെസ്റ്റിനേഷൻ വിത്തിൻ ദി വാലിഡിറ്റി പീരീഡ് ഡ്യൂ ടു എക്സെപ്ഷണൽ സർക്കംസ്റ്റൻസ്. അതായത് ആ നിശ്ചിത പീരീഡിൽ ആ ഓരോ ദിവസം 200 കിലോമീറ്റർ ഓരോ ദിവസം അങ്ങനെ പറഞ്ഞില്ല, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ കൺസൈൻമെന്റ് അവിടെ എത്തിക്കാൻ പറ്റിയില്ല. അതായത് സം എക്സെപ്ഷണൽ സർക്കംസ്റ്റൻസസ് ആണ്. അതായത് നാച്ചുറൽ കലാമിറ്റി, ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ, എമർജൻസി എന്തെങ്കിലും വന്ന് ട്രാൻസ്ഷിപ്മെന്റ് ഡിലേ, accident of conveyance, etc. He needs to explain this reason in detailing while extending the validity period. Sorry. He needs to explain this reason in details when extending the validity period. The validity of the EV bill may be extended within 8 hours from the time of its expiry. Its expiry sorry. Okay. എക്സ്പയറിന് തൊട്ട് 8 ഹവേഴ്സിന് മുന്നേ എന്ത് ചെയ്യാം, ഇത് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറഞ്ഞു. ഈ പറഞ്ഞ കേസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കേസസ് എക്സ്റ്റെൻഡ് ചെയ്യാം. ഒരു സെക്കൻഡ്. ഓക്കെ, സോ എക്സ്റ്റൻഷൻ പറഞ്ഞ് ഇതൊന്നും അത്ര ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ല. എന്താ പറയുക, പ്രാക്ടിക്കൽ പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടൻറ്റ്. തിയറി പെർസ്പെക്റ്റീവിൽ ഇങ്ങനെ ഒരു യുവിൻ്റെ മൊത്തം ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വരാൻ വളരെ റെയറാണ്. പക്ഷേ MCQയിൽ അധികം ചോദിച്ച് കണ്ടിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ബട്ട് എ പേഴ്സൺ ടു ഹൂം എബോവ് ഇൻഫർമേഷൻ ഹാസ് ബീൻ മെയ്ഡ് does not communicate his acceptance or rejection within 72 hours of the details being made available to him on the common portal or the time of delivery, whichever is earliest, it shall be deemed that he has accepted the said details. അതായത് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഒരു റെസിപ്പിൻ്റെ ഒരു സപ്ലയറും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഓപ്പോസിറ്റ് പേഴ്സൺ, ഇപ്പോൾ സപ്ലയർ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ബില്ല് എടുത്ത്. അപ്പോൾ ഓപ്പോസിറ്റ് പേഴ്സൺ ആരാ, റെസിപ്പൻ്റ് ആണ് ഈ ബില്ല് എടുത്ത്. അപ്പോൾ ഓപ്പോസിറ്റ് പേഴ്സൺ ആരാ, സപ്ലയർ. അപ്പോൾ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ പേഴ്സൺ അവർ അക്സെപ്റ്റൻസോ റിജക്ഷനോ അവർക്ക് ചെയ്യാനുള്ള ഓപ്ഷനില്ല. അവർക്ക് ഇത് വരും, SMS വരും. അപ്പോൾ അത് 72 ഹവേഴ്സിൽ ചെയ്യുന്നില്ല വെച്ചാൽ എന്താ, 72 ഹവേഴ്സ് അല്ലെങ്കിൽ ടൈം ഓഫ് ഡെലിവറി അതിന് മുന്നേ വിച്ച് ഈസ് ഏർലിയസ്റ്റ് ഷാൽ ബി ഡീംഡ് അക്സെപ്റ്റ്. അയാൾ അക്സെപ്റ്റ് ചെയ്തതായിട്ട് ഡീം ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. അയാളുടെ അക്സെപ്റ്റൻസ് നോക്കണ്ടേ, ഓപ്പോസിറ്റ് നിൽക്കുന്ന വെറുതെ ഒരാളെ പേരിൽ ഈ ബിൽ എടുത്താലോ, അത് പറഞ്ഞത്. പക്ഷെ അതൊക്കെ പ്രാക്ടിക്കലി അങ്ങനെ കുറവാണ്, അങ്ങനെ അക്സെപ്റ്റൻസ് റിജക്ഷൻ ഒക്കെ ചെയ്യുന്ന വളരെ കുറവാണ്. യു ബിൽ ജനറേറ്റഡ് ഇൻ വൺ സ്റ്റേറ്റ് ഈസ് വാലിഡ് ഇൻ അനദർ സ്റ്റേറ്റ്. യെസ്, ഒരു സ്റ്റേറ്റിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ യു ബിൽ അടുത്ത സ്റ്റേറ്റിലും വാലിഡ് ആണ്. അങ്ങനെ സ്റ്റേറ്റ് വൈസ് ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇവിടെ ഇല്ല. EOL is not valid for movement of goods without vehicle number on it. So vehicle number important ആണ് by road ആണെങ്കിൽ. Once EOL is generated, it cannot be edited for any mistake. However, it can be cancelled within 24 hours of generation. എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ EOL ഉണ്ടോ, ഇല്ല. ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഒന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻസൽ ചെയ്തിട്ട് വേറെ പുതിയ എടുക്കുക. മേ ബി അപ്ഡേറ്റഡ് വിത്തിൻ വെഹിക്കിൾ നമ്പർ ഓഫ് ടൈംസ്. ഈ നമ്പർ ഓഫ് ടൈം വെഹിക്കിൾ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞില്ല, കൺവെൻസിന് വേറെ കൺവെൻസിക്ക് മാറാമെന്നൊക്കെ വെഹിക്കിൾ നമ്പർ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. സോ ആ ടൈമിൽ അത്രയും അപ്ഡേറ്റ് ചെയ്യാം, നമ്പർ ഓഫ് ടൈംസ് അത്രയും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അതിന് പ്രശ്നമില്ല. The latest vehicle number should be available on EOL should match with the vehicle carrying in case checked by the department. അതായത് ഇപ്പോൾ ഏതിലാണോ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഏത് വെഹിക്കിളിലാണോ സാധനം കൊണ്ടുവന്ന് ആ വെഹിക്കിൾ നമ്പർ കാണണം ആ EOL ബില്ല്, അത്രേ ഉള്ളൂ. ഡിപ്പാർട്ട്മെന്റ് ചെക്ക് ചെയ്യുമ്പോൾ പഴയ വെഹിക്കിൾ നമ്പറും പുതിയ വണ്ടിയിലാണ് സാധനം കൊണ്ടുവന്നുണ്ടെങ്കിൽ പണി കിട്ടും, പെനാൽറ്റി ഇടും. ഓക്കെ, സോ ലേറ്റസ്റ്റ് വെഹിക്കിൾ നമ്പറാണ് EOL വേണ്ടത്. അപ്പം മാറുമ്പോൾ അപ്പം തന്നെ EOL അപ്ഡേറ്റ് ചെയ്യണം. ഇത് പ്രാക്ടിക്കലി സംഭവിക്കുന്ന കാര്യമാട്ടോ. ഈ വെഹിക്കിളൊക്കെ കേടുവന്നു കഴിഞ്ഞാൽ വേറെ വെഹിക്കിൾക്ക് മാറ്റും. പക്ഷേ ആൾക്കാർ എന്ത് ചെയ്യില്ല, EOL മാറ്റൂല, അപ്ഡേറ്റ് ചെയ്യില്ല, പണി കിട്ടും. സത്യം ഉണ്ടാവുന്ന കേസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ,
ഇനി ഈ താഴെ പറഞ്ഞ കേസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവ ബില്ല് നോട്ട് റിക്വയർഡ് ടു ബി ജനറേറ്റഡ് റൂൾ 138-14 വെരി ഇമ്പോർട്ടൻ്റ് ആണ്. താഴെ പറയുന്ന കേസിൽ ഈ ബില്ല് ജനറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത്. താഴെ പറയുന്ന കേസുകളിൽ ഒന്ന് നോ ഇ ബിൽ ഇസ് റിക്വയർഡ് കേട്ടോ. എത്ര കേസുണ്ട്? ABCDEFGHIJKLMNO വരെ ഉണ്ട്, പിന്നെ ഒരു അനക്ഷരമുണ്ട്. ഇത്രയും കേസിൽ ഈ ബില്ല് ജനറേറ്റ് ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. ജസ്റ്റ് വായിച്ചിട്ടാൽ മതി. ഒന്ന് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന കേസിൽ ഏതെങ്കിലും വേണമെങ്കിൽ MCQ ചോദിച്ചാലോ ഈ ബില്ല് വേണോ വേണ്ടെന്ന് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അങ്ങനെ ദി ഗുഡ്സ് ബീൻ ട്രാൻസ്പോർട്ട് ആർ സ്പെസിഫൈഡ് ഇൻ അനക്ഷർ. ഈ അനക്ഷർ താഴെ ഒരു അനക്ഷർ ഉണ്ട്. ആ അനക്ഷർ പറഞ്ഞ ഏതെങ്കിലും ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ബില്ല് വേണ്ട. ട്രാൻസ്പോർട്ട് ചെയ്യുന്ന താഴെ അനക്ഷറിൽ പറഞ്ഞ ഏതെങ്കിലും ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ബില്ലിൻ്റെ ആവശ്യമില്ല. ഒരു നോൺ മോട്ടറൈസ്ഡ് കൺവെയൻസിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, അതായത് മോട്ടോർ വെഹിക്കിൾ അല്ലാന്നുണ്ടെങ്കിൽ നോൺ മോട്ടറൈസ്ഡ് അല്ലാത്ത ഏതെങ്കിലും ഇപ്പോൾ കാളവണ്ടി അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ട, ഈ ബില്ല് ജനറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. But the goods are being transported from custom port to airport, air cargo complex and land customs to inland container depot or a container freight station for clearance. Customs clearanceന് വേണ്ടിയിട്ട് അവർ തമ്മിൽ എന്ത് ചെയ്യുന്നു, കസ്റ്റം പോർട്ടിൽ നിന്ന് കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷനിലോ CFSലോട്ടോ അല്ലെങ്കിൽ ഇൻലാൻഡ് കണ്ടെയ്നർ ഡിപ്പോട്ടിലോട്ടോ ട്രാൻസ്പോർട്ട് ചെയ്യും. എന്തിനാ? പർപ്പസ് എന്താ? അവിടെ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് നടക്കുന്നുണ്ട്, പക്ഷെ പർപ്പസ് എന്താ? കസ്റ്റംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ കേസിൽ കസ്റ്റംസ് ക്ലിയറൻസിനൊക്കെ വേണ്ടിയിട്ടായിട്ട് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്തായിട്ട് കൺസിഡർ ചെയ്യേണ്ട, മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്ത് ഈ ജനറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇൻ റെസ്പെക്ട് ഓഫ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് വെൻ സച്ച് ഏരിയ നോട്ടിഫൈഡ് അണ്ടർ ക്ലോസ് ഡി സബ് റൂൾ 14 ഓഫ് 130. അതായത് ഓരോരോ ST അവരായത് കേരള ഓരോ സ്റ്റേറ്റിന് അവരുടേതായ പെർട്ടിക്കുലർ സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയുടെ എന്തെങ്കിലും, അതിനാണ് ഈ ഡി ക്ലോസ് വെച്ച് ഈ സാധനം തന്നെയാണ് റൂൾ 138-14D എന്ന് പറഞ്ഞാൽ തന്നെയാണ്. അപ്പോൾ അതായത് റൂൾസിൽ ഏതെങ്കിലും മൂവ്മെന്റ് ഓഫ് ഗുഡ്സിന് എന്തെങ്കിലും നോട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാൻ. ഇപ്പോൾ കേരള KGST ഇല്ലേ, KGSTയിൽ എന്തെങ്കിലും പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി എന്ത് ചെയ്യേണ്ട, ഈ ബിൽ എടുക്കേണ്ട ആവശ്യമില്ല. ആ റെസ്പെക്റ്റീവ് സ്റ്റേറ്റിലെ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിലെ നോട്ടിഫൈ ചെയ്തിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ അതിന് ഈ ബിൽ എടുക്കേണ്ട ആവശ്യമില്ല. വേർ ദി ഗുഡ്സ് അതർ ദാൻ ബി ട്രാൻസ്പോർട്ട് എക്സെപ്റ്റ് ഫ്രം GST. അതർ ദാൻ ഡി ഓയിൽഡ് കേക്ക് എന്ന് പറഞ്ഞാൽ കൊപ്പറിൻ്റെ പിണ്ണാക്കാൻ തോന്നുന്നു. അപ്പോൾ ഗുഡ്സ് ബീൻ ട്രാൻസ്പോർട്ടഡ് GSTയിൽ എക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഗുഡ്സിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ അവിടെ ഒരു അതർ ദാൻ വെച്ചിട്ടുണ്ട് ഡി ഓയിൽഡ് കേക്ക്. ഇത് ഓർമ്മിച്ച് വെച്ചാൽ ശരിക്കില്ല. ഡി ഓയിൽഡ് കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിണ്ണാക്ക്, അതിന് ഈ ബില്ല് വേണം അല്ലേ. അപ്പോൾ വേറെ എക്സെപ്റ്റ് ആയ വേറെ ഏത് ഗുഡ്സിന് ഈ ബില്ല് വേണ്ട, പക്ഷേ ഡി ഓയിൽഡ് കേക്കിന് ഈ ബില്ല് വേണം എന്ന് പറഞ്ഞു. നെക്സ്റ്റ്, where the goods being transported are alcoholic liquor for human consumption, petroleum crude, high speed diesel, motor spirit, natural gas or turbine. ഈ മോട്ടോർ സ്പിരിറ്റ് 5 പെട്രോളും ഗ്യാസ് ഇല്ലേ, ആ പെട്രോളിയം പ്രൊഡക്ട്സിന് എന്തുകൊണ്ട് ഈ ബില്ല് വേണ്ട. ആൽക്കഹോൾ ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംപ്ഷൻ ഒന്നും GST ഇല്ലല്ലോ, ഈ ബില്ല് വേണ്ട. ഷെഡ്യൂൾ 3 പറയുന്ന ഏതെങ്കിലും ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ, നെഗറ്റീവ് ലിസ്റ്റിൽ പറയുന്ന ഏതെങ്കിലും ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ സപ്ലൈ അല്ലല്ലോ, പിന്നെ ഈ ബില്ല് ആവശ്യമില്ല. Where the goods are being transported under custom bond from an Indian container depot or a container freight station to a custom port airport. നേരെ പറഞ്ഞില്ലേ, കസ്റ്റം പോർട്ടിൽ നിന്ന് ഇന്ത്യൻ കണ്ടെയ്നർ ഡിപ്പോട്ടിലോട്ടോ കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷനിലോട്ടോ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് വേണ്ട, ഈ ബില്ല് വേണ്ട. അതേപോലെ നേരെ ഓപ്പോസിറ്റും ഇൻലാൻഡ് കണ്ടെയ്നർ ഡിപ്പോട്ടിൽ നിന്നോ കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷനിൽ നിന്നോ കസ്റ്റം പോർട്ടിക്കോ എയർപോർട്ടിക്കോ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അപ്പോഴും ഈ ബില്ല് വേണ്ട. കസ്റ്റം സൂപ്പർവിഷനിൽ ഈ കസ്റ്റമിൻ്റെ സീൽ അനുസരിച്ചോ കസ്റ്റം സൂപ്പർവിഷനിലോ ട്രാൻസ്പോർട്ട് നടത്തുമ്പോൾ എന്ത് വേണ്ട. അതൊക്കെ പർപ്പസ് എന്താ? സപ്ലൈ ഒന്നല്ല, സപ്ലൈ അല്ലെങ്കിലും വേണമെന്നാണ് ആക്ച്വലി പറയുന്നത് ഈ ബില്ല് എടുക്കണം. പക്ഷേ ഈ കേസിൽ വേണ്ട, സ്പെസിഫിക്കലി പറയണം. ഇതിനൊക്കെ ഈ ബില്ല് എടുക്കാൻ അതിനൊന്നും നേരണ്ടാവുള്ളൂ. കാരണം ഇതൊക്കെ കസ്റ്റംസ് ക്ലിയറൻസിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, പക്ഷേ അങ്ങനെ എടുക്കാൻ പറ്റില്ല. ബട്ട് ദി ഗുഡ്സ് ബീങ് ട്രാൻസ്പോർട്ടഡ് ആർ ട്രാൻസിറ്റ് കാർഗോ ഫ്രം നേപ്പാൾ ഓർ ഭൂട്ടാൻ. ട്രാൻസിറ്റ് കാർഗോ ആയിട്ട് നേപ്പാൾ എന്താ പറയുക, ഓർ ടു നേപ്പാൾ ഓർ ഭൂട്ടാൻ, ഭൂട്ടാൻക്കോ നേപ്പാൾക്കോ തമ്മിലായിട്ട് എന്ത് ചെയ്യാണ്, ട്രാൻസിറ്റ് കാർഗോ ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വേണ്ട, ഈ ബില്ല് ജനറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. But the goods being transported are exempt from tax notification 7/2017. That is supply by canteen. Specifically പറയാണ് ഇവിടെ, അതായത് exempted goods ആണ്. Supply of goods by canteen stores department CDS to unit authorized to unit run canteens to the authorized customers and the one sec. So ഈ ഇവിടെ നോക്കണേ, ഇവിടെ സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ഗുഡ്സ് റൺ ബൈ ക്യാൻറ്റീൻ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് ടു ഓതറൈസ് കസ്റ്റമേഴ്സിന് വേണ്ടി സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്. സോ ആ സ്പെസിഫിക് കാറ്റഗറി എക്സംപ്റ്റഡ് ഗുഡ്സ് ആണ്. ആ എക്സംപ്റ്റഡ് ഗുഡ്സിൻ്റെ സപ്ലൈക്ക് വേണ്ടിയിട്ട് ക്യാൻറ്റീൻ പ്രൊഡക്ട്സിൻ്റെ ഈ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടുള്ള എൻ്റെ ട്രാൻസ്പോർട്ടേഷൻ എന്ത് വരില്ല, സപ്ലൈ ഓഫ് ഗുഡ്സ് ബൈ യൂണിറ്റ് റൺ ക്യാൻറ്റീൻസ് ടു ഓതറൈസ്ഡ് കസ്റ്റമേഴ്സ്, അതിന് എന്ത് വരില്ല, ഈ എക്സംപ്റ്റഡ് ആണത്. ദിസ് ആർ എക്സംപ്റ്റഡ്. സ്പെസിഫിക്കലി എന്താ പറയുക, ദാറ്റ് ഈസ് എക്സംപ്റ്റഡ്. ആ എക്സംപ്റ്റഡ് പ്രൊഡക്റ്റിന് എന്ത് വേണ്ട, ഈ ബില്ല് എടുക്കേണ്ട ആവശ്യമില്ല. ദാറ്റ് സപ്ലൈ ഓഫ് ഹെവി വാട്ടർ ആൻഡ് ന്യൂക്ലിയർ റൂൾസ് ബൈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി ടു ന്യൂക്ലിയർ. അതേപോലെ തന്നെ ഹെവി വാട്ടർ ആൻഡ് ന്യൂക്ലിയർ റൂൾസ് ബൈ ദി
ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി, ഡിപ്പാർട്ട്മെന്റ് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ, NPCILന്റെ ഒക്കെ ട്രാൻസ്പോർട്ടേഷന് എന്തില്ല, എക്സംപ്റ്റഡ് ആണ്, ഇല്ല, ഈ ബിൽ എടുക്കേണ്ട ആവശ്യമില്ല. Next, any movement of goods caused by defense formatting under Ministry of Defense as a consignor or consignee. So defense ministryയുടെ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് എന്തെങ്കിലും ഒരു ഡിഫൻസ് മിനിസ്ട്രി എന്തെങ്കിലും മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് നടത്തണമെങ്കിൽ വേണ്ട. ഇതേപോലെ തന്നെ കൺസൈൻ ഓഫ് ഗുഡ്സ് സെൻട്രൽ ഗവൺമെന്റ് ആണ് കൺസൈനർ, അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് എനി സ്റ്റേറ്റ് ഗവൺമെന്റ്, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ബൈ ഗുഡ്സ് ബൈ റെയിൽ, ഇപ്പോൾ ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സ് ബൈ. അപ്പോൾ കൺസൈനർ ആരാണ്? കൺസൈനർ ഗവൺമെന്റ് ആണ്, അതൊക്കെ സെൻട്രൽ ഗവൺമെന്റ് ആവാം, സ്റ്റേറ്റ് ഗവൺമെന്റ് ആവാം, ലോക്കൽ അതോറിറ്റി ആയിരിക്കാം. ഗുഡ്സ് എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന റെയിൽ വഴിയാണ്, അങ്ങനെയാണെങ്കിൽ യു ബിൽ എടുക്കേണ്ട ആവശ്യമില്ല. വെറുതെ എം ടി കാർഗോ കണ്ടെയ്നേഴ്സ് ആർ ബീങ് ട്രാൻസ്ഫർ. എം ടി കാർഗോ കണ്ടെയ്നേഴ്സ് എന്ന് പറഞ്ഞാൽ കാർഗോ കണ്ടെയ്നർ ഇല്ലേ, കണ്ടെയ്നർ, അത് എം ടി ആയിട്ടുള്ള ബ്ലാങ്ക് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യും. പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മാത്രം കൊണ്ടുപോകുമ്പോൾ അതിന് എന്ത് വേണ്ട, യു ബിൽ വേണ്ട. അതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ യു ബിൽ വേണം. പക്ഷെ അത് മാത്രം കൊണ്ടുപോകുമ്പോൾ, കണ്ടെയ്നർ മാത്രം ട്രാൻസ്പോർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ എന്താ, എം ടി കാർഗോ ആണ്, എന്താ വേണ്ട, വേണ്ട. ബട്ട് ദി ഗുഡ്സ് ബീൻ ട്രാൻസ്പോർട്ടഡ് അപ് ടു എ ഡിസ്റ്റൻസ് ഓഫ് 20 കിലോമീറ്റേഴ്സ്. 20 കിലോമീറ്റർ ഉള്ളിലാണ് ഡിസ്റ്റൻസ്, കഴിഞ്ഞിട്ടില്ല. ഗുഡ്സ് ആർ ബീങ് ട്രാൻസ്പോർട്ടഡ് അപ് ടു എ 20 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഫ്രം ദി പ്ലേസ് ഓഫ് ബിസിനസ് ഓഫ് ദി സെറ്റ് കൺസൈനർ ടു എ വെയിറ്റ് ബ്രിഡ്ജ് ആണ്. അപ്പം ബിസിനസ് പ്ലേസിൽ നിന്ന് എവിടേക്കാണ് കൊണ്ടുപോകുന്നത്, വെയിറ്റ് ബ്രിഡ്ജിലോട്ട് കൊണ്ടുപോകാണ് ഫോർ എ വെയിറ്റ്മെന്റ്, ഓർ ഫ്രം ദി വെയിറ്റ് ബ്രിഡ്ജ് ബാക്ക് ടു ദി പ്ലേസ് ഓഫ് ബിസിനസ് ഓഫ് ദി സെറ്റ് കൺസൈനർ സബ്ജക്ട് കണ്ടീഷൻ ആൻഡ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് അക്കമ്പൈൻഡ് ബൈ എ ഡെലിവറി ചെല്ലാൻ. അപ്പോൾ വെയിറ്റ് ബ്രിഡ്ജ് കൊണ്ടുപോകാണ് വെയിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അപ്പോൾ 20 കിലോമീറ്റേഴ്സിനുള്ളിലാണ് ഇതൊക്കെ നടക്കുന്നത്. അതായത് ഞാൻ എൻ്റെ പ്ലേസ് ഓഫ് ബിസിനസ്സിന് വെയിറ്റ് ബ്രിഡ്ജിലോട്ട് കൊണ്ടുപോകുന്നു, തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഇത് ഡിസ്റ്റൻസ് എത്രയേ ഉള്ളൂ, 20 കിലോമീറ്റേഴ്സിൻ്റെ ഗ്യാപ്പേ ഉള്ളൂ. അപ്പം എനിക്ക് എന്ത് വേണ്ട, അവിടെ ഞാൻ ഇ വി ബിൽ എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഡെലിവറി ചെല്ലാൻ വെച്ചിട്ട്, മൂവ്മെന്റ് ഓഫ് ഗുഡ്സും ഡെലിവറി ചെല്ലാൻ വെച്ചിട്ട് എന്ത് ചെയ്യാം, വെയിറ്റ് എടുത്ത് കൊണ്ടുവരാമെന്ന് പറയുന്നത്. ഇ വി ബിൽ മാൻഡേറ്ററി അല്ല, അവിടെ എടുക്കണമെങ്കിൽ എടുക്കാം. അപ്പോൾ 20 കിലോമീറ്റേഴ്സ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാലോ, അപ്പോൾ ഇ വി ബിൽ എടുത്തേ പറ്റും. വെയിറ്റ് ബ്രിഡ്ജിൻ്റെ കേസിൽ മാത്രമാണ് പ്ലേസ് ഓഫ് ബിസിനസ് വെയിറ്റ് ബ്രിഡ്ജിലോട്ട്. എന്തിനാ, വെയിറ്റ്മെന്റ് എടുക്കാൻ, വെയിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. Where the empty cylinders for packing liquid petrol and gas are being moved for reasons other than supply. അതായത് നമ്മളെ LPG ഇല്ലേ, LPGൻ്റെ കേസിൽ എംപ്റ്റി സിലിണ്ടേഴ്സ് എന്തിനു വേണ്ടിയിട്ട്, നിറക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണം. ആര്, സപ്ലൈ, അവരെന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് തന്നെ എന്ത് ചെയ്യും, നിറക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ എന്ത് വേണ്ട, യു ബിൽ എടുക്കേണ്ട ആവശ്യമില്ല. സ്പെസിഫിക്കലി ഇപ്പം 3 ഐറ്റംസ് ആണ് യു ബിൽ വേണ്ടാത്ത കേസ്. ഇത് ഓർത്തൊക്കെ നന്നായിരിക്കും. കാരണം വെച്ചാൽ ദിസ് ഈസ് എക്സാം പെർസ്പെക്റ്റീവ് ചോദിച്ചില്ലെങ്കിലും ഈ സിറ്റുവേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ ദി പ്രാക്ടിക്കൽ പെർസ്പെക്റ്റീവ്. കാരണം യു ബിൽ എപ്പോൾ എടുക്കണ്ടേ എന്നുള്ള ഡിസിഷൻ വരുന്നത് ഈ വരെയുള്ള പോയിന്റുള്ള ഏതെങ്കിലും കേസ് ആണെങ്കിൽ എടുക്കേണ്ട ആവശ്യമില്ല. ഇനി അനക്ഷർ പറയുന്ന പോയിന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത്, LPG ഹൗസ് ഹോൾഡിന് വേണ്ടി, സപ്ലൈ ടു ഹൗസ് ഹോൾഡിന് വേണ്ടിയിട്ട്, ഹൗസ് ഹോൾഡാണ്, നോൺ ഡൊമസ്റ്റിക് എക്സംപ്റ്റഡ് കാറ്റഗറി കസ്റ്റമേഴ്സ്. LPGൻ്റെ കേസിൽ എന്ത് വേണ്ട, യു ബിൽ എടുക്കണ്ട. കെറോസിൻ അല്ലെങ്കിൽ PDS ആണ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ, നമ്മളെ റേഷൻ കട, അതിൽ കെറോസിൻ ഓയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ മീൻസ് അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ യു ബിൽ വേണ്ട. പോസ്റ്റൽ ബാഗേജ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റിൻ്റെ പോസ്റ്റൽ ബാഗേജ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ യു ബിൽ വേണ്ട. നാച്ചുറൽ കൾച്ചറൽ പേൾസ് ആൻഡ് പ്രഷ്യസ് സെമി പ്രഷ്യസ് മെറ്റൽസ് ആൻഡ് മെറ്റൽസ് വിത്ത് പ്രഷ്യസ് മെറ്റൽ, ഈ പറഞ്ഞ വൈരങ്ങൾ, മുത്തുകൾ, അങ്ങനത്തെ ഒക്കെ പ്രഷ്യസ് മെറ്റൽസ് അങ്ങനത്തെ ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ വേണ്ട. ജ്വല്ലറി, ഗോൾഡ് സ്മിത്സ് ആൻഡ് സിൽവർ സ്മിത്സ്, വെയേഴ്സ് ആൻഡ് അതർ ആർട്ടിക്കിൾസ്, ജ്വല്ലറി ഐറ്റംസിന് എക്സെപ്റ്റിംഗ് ഇമിറ്റേഷൻ ജ്വല്ലറി എന്ന് പറഞ്ഞാൽ റോൾഡ് ഗോൾഡ് പോലത്തെ അല്ലെങ്കിൽ ഫാൻസി പോലത്തെ ഐറ്റംസിന് യു ബിൽ വേണം, അല്ലാത്തതിന് യു ബിൽ വേണ്ട. കറൻസി അല്ലെങ്കിൽ യൂസ്ഡ് പേഴ്സണൽ ഹൗസ് ഹോൾഡ് എഫക്റ്റ്, നമ്മളെ വീട്ടുപകരണങ്ങളില്ലേ, അല്ലെങ്കിൽ പേഴ്സണൽ യൂസ്ഡ് ഐറ്റംസ് ഇല്ലേ, അങ്ങനത്തെ ഒക്കെ, അല്ലെങ്കിൽ കറൻസി അങ്ങനെ കൊണ്ടുപോകാറില്ലേ, കൊണ്ടുപോകാൻ കറൻസി അല്ലേ, നമ്മൾ ATM നടക്കാനൊക്കെ, അങ്ങനത്തെ. കോറൽ, അൺവർക്ക്ഡ് ആൻഡ് വർക്ക്ഡ് കോറൽ. കോറൽ എന്ന് പറഞ്ഞാൽ എന്താ, ഗൂഗിൾ ചെയ്ത് നോക്കുക. എന്തോ ഈ ഡയമണ്ട് പോലത്തെ അങ്ങനെ എന്തോ സാധനം തോന്നുന്നു, കോറൽ. ഓക്കെ, സോ 3 ഐറ്റംസിന് 8 ഐറ്റംസ് ഗൂഗിൾ ചെയ്ത് നോക്കണേ, അറിയില്ല, ഓർമ്മയില്ല കോറൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ഓക്കെ, 8 ഐറ്റംസ് ഉണ്ട്. 8 ഐറ്റംസിനും യു ബിൽ എടുക്കേണ്ട ആവശ്യം ഇല്ല. അനക്ഷർ പറഞ്ഞാണ്, അത് റൂൾ 138(40) ഈ അനക്ഷർ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഇല്ല, അത് അനക്ഷർ ആയിരുന്നു. ഇത്രയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഐറ്റംസ് ഫോർ ദി എന്താ പറയുക ഈ ബില്ല്. ഇനി വരുന്ന റൂൾ 138(A), B അങ്ങനെ കുറച്ച് റൂൾ പറയുന്നുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങളെ ബുക്കിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ സാധനം ഈ ബില്ല് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലോസസിൽ വരുന്ന സാധനം ഇതൊക്കെയാണ്. ഇത് ഞാൻ പറയാം, വെരി സിമ്പിൾ ആണ്, ഭയങ്കര സംഭവമുള്ള കാര്യമില്ല. വി ക്യാൻ ജസ്റ്റ് റീഡ് ആൻഡ് സ്കിപ്പ്, അത്രേ ഉള്ളൂ. ദെൻ നമുക്ക് ലാസ്റ്റ് ഒരു MCQs കുറച്ച് ചെയ്യാം. അതിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് MCQs ഉണ്ട്, ആൻഡ് 2-3 ക്വസ്റ്റ്യൻ ഉണ്ട്. അങ്ങോട്ട് കഴിഞ്ഞാൽ ഈ ബില്ല് കഴിഞ്ഞ്. സത്യം പറഞ്ഞാൽ ഈ ബില്ല് ഏകദേശം ഒരു 60% ഓഫ് ഈ ബിൽ കഴിഞ്ഞ്. ഓക്കെ, ഡോക്യുമെന്റ്സ് ആൻഡ് ഡിവൈസസ് ടു ബി ക്യാരിഡ് ബൈ എ പേഴ്സൺ ഇൻ ചാർജ് ഓഫ് കൺവെയൻസ്. സിമ്പിൾ ആണ്. അതായത് ഒരാൾ സാധനം കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ്, എന്തൊക്കെ സാധനങ്ങളാണ് അയാൾ കരുതേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. ഒന്ന് ഇൻവോയ്സ് ആണ്, അല്ലെങ്കിൽ ബിൽ ഓഫ് സപ്ലൈ, ഡെലിവറി ചെല്ലാൻ, ആസ് കേസ് മേ ബി. എന്ത് വേണം, ഇൻവോയ്സ് വേണം. 2, കോപ്പി ഓഫ് ബിൽ. ഫിസിക്കൽ ഫോം ആയിരിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഫോമിൽ വീഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ഡിവൈസ് എംബഡഡ് വെച്ച് ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇതൊന്നും ചെയ്യാറില്ല, ചെയ്യാൻ പറ്റും. റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ, RFID ഡിവൈസ് എന്നൊക്കെ എന്തോ പറഞ്ഞ സാധനങ്ങൾ, അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും.
ഓക്കെ. സോ അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഇൻവോയ്സ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ബിൽ ഓഫ് സപ്ലൈ ആയിരിക്കണം, അല്ല അതിൻ്റെ കൂടെ എന്ത് വേണം? ഇ ബിൽ വേണം. ഓക്കെ. അപ്പോൾ ഇൻവോയ്സോ ബിൽ ഓഫ് സപ്ലൈ ഡെലിവറി ചെയ്യാനോ അപ്പോൾ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് എടുത്തപ്പോൾ കൂടെ എന്ത് വേണം? ഇ ബിൽ വേണം. ഇ ബിൽ ജനറേറ്റ് ചെയ്യുമ്പോൾ അതിലൊരു QR കോഡ് ഉണ്ടാവും. ഓക്കെ. സോ ഈ QR കോഡാണ് വേണ്ടത് ശരിക്കും. ആ QR കോഡ് എന്ത് ചെയ്യാം? QR കോഡ് മേ ബി പ്രൊഡ്യൂസ്ഡ് ഇലക്ട്രോണിക്കലി ഫോർ വെരിഫിക്കേഷൻ ബൈ ദ പ്രോപ്പർ ഓഫീസർ ഇൻ ലിയോ ഫിസിക്കൽ കോപ്പി ഓഫ് ദ ടാക്സ് ഇൻവോയ്സ്. സോ ഈ QR കോഡ് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ ഓഫീസർമാർ വെരിഫൈ ചെയ്യുമോ? യെസ്, വെരിഫൈ ചെയ്യും, ഒബ്വിയസ്ലി ചെയ്യും. ചിലപ്പോൾ അവർക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ അവർ അപ്പോഴും ചെയ്യുമോ? ഇല്ല. സംശയം തോന്നിക്കഴിഞ്ഞാൽ എന്തെങ്കിലും അവർക്ക് തോന്നുകയാണ് ചെക്ക് ചെയ്ത് നോക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ചെക്ക് ചെയ്ത് നോക്കും. ഓക്കെ. സോ പ്രോപ്പർ ഓഫീസർ വെരിഫൈ ചെയ്യുമ്പോൾ QR കോഡ് കൊടുത്താൽ മതി. ഇൻ ലിയോ ഫിസിക്കൽ കോപ്പി ഓഫ് ടാക്സ് ഇൻവോയ്സിന് പകരം ഫിസിക്കൽ കോപ്പി ഓഫ് ടാക്സ് ഇൻവോയ്സിന് പകരം ഈ QR കോഡ് കാണിച്ചു കൊടുത്താലും മതി എന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും ഇവർ ഇത് വിശ്വസിക്കില്ലടോ. ഇൻവോയ്സ് ഇല്ലെങ്കിൽ പണി കിട്ടും. ഇതാരില്ല, ഇൻവോയ്സ് നിർബന്ധം. അത് ഈ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന കേസിൽ കേട്ടോ. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന കേസിൽ, സോറി ഞാൻ മാറി പറഞ്ഞു, ഈ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന കേസിൽ ഇൻവോയ്സ് വേണമെന്നില്ല, ഇൻവോയ്സിന്റെ QR കോഡ് മതി. നമ്മൾ പറഞ്ഞത് ഇൻവോയ്സ് പഠിച്ചപ്പോൾ QR കോഡ് ബേസിലാണ് ചെയ്യാനുള്ളത്. സോ QR കോഡ് കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഫിസിക്കൽ ടാക്സ് ഇൻവോയ്സ് വേണമെന്നില്ല. പക്ഷെ എന്നാലും ഫിസിക്കൽ ടാക്സ് ഇൻവോയ്സ് ചോദിക്കും, എന്താ അറിയില്ല. In case if invoice is issued, the information in Part A of Form GST EW01 shall be auto-populated by the common portal on the basis. അപ്പോൾ ഈ ഇൻവോയ്സ് ആണ് കേസ് എന്നുണ്ടെങ്കിൽ പാർട്ട് എ ഓട്ടോ ഫിൽഡ് ആവും. നമ്മൾ ഇൻവോയ്സ് പഠിച്ചതാണ്, ഒക്കെ ഓട്ടോ ഫിൽഡ് ആവും. ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുന്ന പിന്നെ എല്ലാം ഓട്ടോ ഫിൽഡ് ആവും. പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. Where the circumstances or when a commissioner by notification requires the person in charge of the conveyance to carry the following document: tax invoice or bill of supply, bill of entry, or delivery ചലാൻ where the goods are being transported for reasons other than supply. അതായത് ടാക്സ് ഇൻവോയ്സോ ബിൽ ഓഫ് സപ്ലൈ ബിൽ ഓഫ് എൻട്രി എന്തായാലും വേണം. അതല്ല ഡെലിവറി ചലാനായാലും മതി. ഏത് ഗുഡ്സ് അതർ ദാൻ സപ്ലൈ ആണെങ്കിൽ. സപ്ലൈ അല്ലാത്ത വേറെ സപ്ലൈക്ക് എന്ത്? എടാ സപ്ലൈ അല്ലാത്ത കേസിൽ എങ്ങനെ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുക? പറ്റൂല, സപ്ലൈ അല്ലല്ലോ. അപ്പോൾ എന്താ ഇഷ്യൂ ചെയ്യണ്ടേ? ഡെലിവറി ചലാൻ. അതിന് കൂടെ എന്ത് വേണം? ഈ വെബിൽ. ഇതൊരു പ്രാക്ടിക്കലി എനിക്കൊരു കേസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ പാർട്ടിക്ക് ഒരു കട സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് ഇവിടെ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യണം? തമിഴ്നാട് കൊണ്ടുപോയിട്ട് സെറ്റപ്പ് ചെയ്യണം. എന്താ ഒരു കട സെറ്റപ്പ് ചെയ്യാൻ, ലോക്കൽ കട സെറ്റപ്പ് ചെയ്ത് തട്ടുകട പോലത്തെ സംഭവം സെറ്റപ്പ് ചെയ്യാനുള്ള കുറച്ച് വലിയ തട്ടുകട. അപ്പോൾ കുറച്ച് ഐറ്റംസ് ഈ ലോറിയിൽ കയറ്റിയിട്ട് കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി സ്പീക്കിംഗ് ഇതെന്തല്ല, സപ്ലൈ ഒന്നുമല്ല. ഇയാൾ ഇവിടെ നിർത്തി അവിടെ കൊണ്ടുപോവാണ്. പക്ഷേ ഇവിടെ ആക്ച്വലി മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഉണ്ട്, 50,000 അപ്പോൾ വാല്യൂ വരുന്നുണ്ട്, ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ഇയാൾക്ക് ഡെലിവറി ചെയ്യാൻ ഇഷ്യൂ ചെയ്തു. അതായത് ഇവരിങ്ങനെ സാധനം കൊണ്ടുപോകുന്നുള്ള ആ ഡീറ്റെയിൽസ്, എന്തൊക്കെ ഐറ്റംസ് ആണ് ഇവർ കൊണ്ടുപോകുന്നത്, അതിൻ്റെ ഓരോരോ ഡീറ്റെയിൽസ്, അതിൻ്റെ ഏകദേശം വാല്യൂ എത്രയെന്നുള്ളത് കാണിച്ചു. എന്നിട്ട് ആ ഡെലിവറി ചെയ്യാൻ ബേസിൽ ഒരു ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്തു. ഈ ഇ വേ ബില്ലും ഡെലിവറി ചെലാനും കൂടെ വെച്ചിട്ട് എന്ത് ചെയ്തു? സാധനം കൊണ്ടുപോയി. ഒരു കുഴപ്പം ഉണ്ടായില്ല. ഓഫീസറെ വെരിഫൈ ചെയ്ത് ഓക്കെ സാധനം എങ്ങനെയാണ്, ഡെലിവറി ചെലാനാണ്, ഇ വേ ബില്ലാണ്, വെരിഫൈ ചെയ്ത് സാധനം പക്കയായിട്ട് കൊണ്ടുപോയി. ഇവിടെ റീസൺസ് അതർ ദാൻ സപ്ലൈ. ഇവിടെ സപ്ലൈ അല്ല ഇത്. ആക്ച്വലി ഇയാളെ പർപ്പസിന് എന്ത് ചെയ്യണം? സ്വന്തം പർപ്പസിന് സാധനം കൊണ്ട് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം? ഇത് പേഴ്സണൽ എഫക്റ്റും അല്ല. പേഴ്സണൽ എഫക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇ വേ ബിൽ വേണ്ട എന്നുള്ള റൂൾ ഉണ്ട്. പക്ഷേ ഇത് പേഴ്സണൽ എഫക്ട്സ് അല്ല. അതുകൊണ്ട് ഇവിടെ ഇതാണ് പ്രാക്ടിക്കലി ഇ വേ ബില്ലിന്റെ പക്ക ഒരു കേസ് വന്നത്. അതായത് അതർ ദാൻ സപ്ലൈന്റെ പക്ക ഒരു എക്സാമ്പിൾ ആണിത്. ഓക്കെ. ഇതിൽ കൂടുതൽ പറയാം. ഞാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പേഴ്സണലി എന്നോട് ചോദിക്കാം. ഇ വേ ബിൽ കുറേ സിറ്റുവേഷനിൽ ഇ വേ ബിൽ എടുത്തിട്ടുണ്ട് പ്രാക്ടിക്കലി. ചില ട്രെയിനിങ് സ്ഥാപനത്തിൽ ഇ വേ ബില്ലിന്റെ കേസ്, കാരണം അവരുടെ ക്ലയന്റ് തന്നെയാണ് ഇ വേ ബിൽ അധികം കൊടുക്കുക. പക്ഷേ എൻ്റെ കേസിൽ അതല്ലായിരുന്നു. ക്ലയൻസിനൊന്നും അറിയണ്ടായിരുന്നില്ല ഇ വേ ബിൽ എടുക്കാൻ. സോ ഇ വേ ബിൽ നമ്മൾ തന്നെ എടുക്കണമായിരുന്നു. പിന്നെ വെരിഫിക്കേഷൻ 138B വെരിഫിക്കേഷൻ. അതായത് നമ്മളെ ഓഫീസർ എന്ത് ചെയ്യാം? വെരിഫൈ ചെയ്യാം. എന്താ പറയുക, ഫിസിക്കലി വെരിഫൈ ചെയ്യാം. നമ്മളെ ഗുഡ്സ് ഒക്കെ വെരിഫൈ ചെയ്യാം. ഇൻസ്പെക്ഷൻ നടത്താം. വെരിഫിക്കേഷൻ ഓഫ് സമ്മറി റിപ്പോർട്ട് ഓഫ് എവറി ഇൻസ്പെക്ഷൻ ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ഷാൽ ബി റെക്കോർഡഡ് ഓൺലൈൻ ബൈ ദ പ്രോപ്പർ ഓഫീസർ വിത്തിൻ 24 hours ഓഫ് ഇൻസ്പെക്ഷൻ. ഫൈനൽ റിപ്പോർട്ട് ഷാൽ ബി റെക്കോർഡ് വിത്തിൻ 3 days. ഇപ്പോൾ ഇൻസ്പെക്ഷൻ എന്തെങ്കിലും നടത്തി ഗുഡ്സിൻ്റെ ട്രാൻസിറ്റിലുള്ള ഗുഡ്സിൻ്റെ എന്തെങ്കിലും ഇൻസ്പെക്ഷൻ നടത്തി കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്യണം ഓൺലൈനായിട്ട് പ്രോപ്പർ ഓഫീസർ 24 hours ഉള്ളിൽ. ദെൻ ഫൈനൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം വിത്തിൻ 3 days ഓഫ് ഇൻസ്പെക്ഷൻ. ഒക്കെ ആ ഓഫീസറെ റൂളാട്ടോ പറയുന്നത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആവും നമ്മൾ എക്സാമിന്. വളരെ റെയറാണ്, പക്ഷെ എന്നാലും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഞാൻ പറയും. However, the circumstances of an the commissioner or any other officer authorized by him may on sufficient cause being shown extend the time of recording final report for further period. So 3 days ആണ് മിനിമം ടൈം ഇൻസ്പെക്ഷൻ്റെ റെക്കോർഡ് ഫൈനൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ട വേണമെങ്കിൽ 3 days കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം. ഇഫ് ദർ ഈസ് ആൻ എക്സ്പ്ലനേഷൻ, പ്രോപ്പർ ഒരു റീസൺ സർക്കംസ്റ്റാൻസസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. ദെൻ ആ പീരിയഡ് ഓഫ് 24 hours കൗണ്ട് ചെയ്യുന്നത് മിഡ് നൈറ്റ് എന്നായിരിക്കും എന്ന് പറഞ്ഞത്. Where the physical verification of goods being transported on any conveyance has been done during the transit on a place within state or union territory or any state unless a specific information related to evasion of tax is made subsequently. അതായത് ഇപ്പോൾ ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് ഗുഡ്സ് ഇവർക്ക് ചെയ്യാൻ പറ്റുമോ? യെസ് പറ്റും. ഇപ്പോൾ ടാക്സ് ഇവേഷൻ എന്നുള്ള ഫീൽ ഇവർക്ക് വരികയാണ്. അതായത് ഒരു ഇവേഡിങ് ഓഫ് ടാക്സ് നടക്കുന്നുണ്ട്, ടാക്സ് വെട്ടിപ്പെന്തോ നടക്കുന്നുണ്ടെന്ന് ഫീൽ ചെയ്യാന്നുണ്ടെങ്കിൽ ഇവർക്ക് ഫിസിക്കലി ഗുഡ്സ് വെരിഫൈ ചെയ്യാം. ഇതും പ്രാക്ടിക്കലി എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇവർ ഗുഡ്സ് വെരിഫൈ ചെയ്യും.
ഇൻവോയ്സും ഇ ബില്ലും വെച്ചിട്ട് ഗുഡ്സ് നോക്കും കറക്റ്റ് അല്ലേ അങ്ങനെയല്ലേ എന്നുള്ളതൊക്കെ. പക്ഷെ ഇത് എപ്പോഴും സംഭവിക്കും, അതെൻ്റെ ചോദ്യം. അതായത് ഇപ്പോൾ എല്ലാ സാധനം ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് അവിടെ നിന്ന് കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ GST നമ്മളെ പിന്നാലെ അടക്കുക അല്ല, അങ്ങനെയല്ല. ഇത് നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവർക്ക് അത് അറിയാലോ, നമ്മൾ ഇ ബിൽ ജനറേറ്റ് ചെയ്ത ഓൺലൈനിലായിട്ട് അല്ലേ, അപ്പോൾ ഡിപ്പാർട്ട്മെന്റിന് അറിയാം ഇന്നെ സാധനം കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത്. ദെൻ ചില കേസിൽ ഇവർ വെറുതെ വണ്ടി എടുത്തിറങ്ങും, എന്നിട്ട് ഗുഡ്സ് എന്തെങ്കിലും വന്നെങ്കിൽ കൈയാട്ടും, നിർത്തും, സ്ക്വാഡായിരിക്കും, സ്ക്വാഡ് നോക്കും, ഇതാക്കും. പിന്നെ ഇൻട്രസ്റ്റേറ്റ് ഒക്കെ നടത്താൻ എനിക്ക് എന്തായാലും അധികം അവിടെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഒരു ടീം അവിടെ തന്നെ ഉണ്ടാവും. ഇത് പ്രാക്ടിക്കലി ഒരുപാട് സംഭവം, പ്രാക്ടിക്കലി ഭയങ്കര ബന്ധമുള്ള സാധനം ഈ ബില്ല്, ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സാധനം. ഫെസിലിറ്റി ഫോർ അപ്ലോഡിംഗ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ഡിറ്റൻഷൻ ഓഫ് വെഹിക്കിൾ. ഇപ്പോൾ വെഹിക്കിൾ ഡിറ്റൻ ചെയ്യും, അതായത് ടാക്സ് ഇവേഷൻ എന്തോ നടന്നിട്ടുണ്ട്, അപ്പോൾ വെഹിക്കിൾ നമ്മൾ എന്ത് ചെയ്യും, ഡിറ്റൈൻ ചെയ്യും, ഡിറ്റൈൻ ചെയ്യുന്നതിനെ പിടിച്ചെടുക്കും. അപ്പോൾ വേറെ വെഹിക്കിൾ ഹാസ് ബീൻ ഇന്റർസെപ്റ്റഡ് ആൻഡ് ഡിറ്റൈൻ ഫോർ പീരിയഡ് എക്സീഡിംഗ് 30 minutes അപ്ലോഡ് സെറ്റ് ഇൻഫർമേഷൻ ഓൺ ദി കോമൺ പോർട്ടൽ. അപ്പോൾ അത് 30 മിനിറ്റിന് കൂടുതൽ ഇപ്പോൾ ഡിറ്റൈൻ ചെയ്ത് വെക്കുകയാണ് വെഹിക്കിളിനെ, അല്ലെങ്കിൽ തടഞ്ഞു വെക്കുക എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, കോമൺ പോർട്ടലിൽ. ഇതൊക്കെ ആളെ റൂളാണ്, ഇതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ട സാധനങ്ങളാണ്. ഓക്കെ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ട സാധനങ്ങളാണ്. റൂൾ 138E, ബ്ലോക്കിംഗ് ഓഫ് ഇ-വെയിൽ ജനറേഷൻ ഫെസിലിറ്റി. നോ പേഴ്സൺ ഇൻക്ലൂഡിംഗ് എ കൺസൈനർ ട്രാൻസ്പോർട്ടർ ആൻഡ് an e-commerce operator or a courier agency shall be allowed to furnish the information in Part A of Form GSTW01 in respect of any outward movement of a registered person. അതായത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മേലെ പറഞ്ഞൊക്കെ ഇപ്പോൾ ഓഫീസർമാർ ചെയ്യേണ്ട അങ്ങനത്തെ ഒക്കെ. ഇത് പറയുന്നത് ഇ-വേ ബില്ല് ബ്ലോക്ക് ചെയ്യപ്പെടും. അതായത് എനിക്ക് പിന്നെ ഇ-വേ ബില്ല് ചെയ്യാൻ പറ്റില്ല, ഇ-വേ ബില്ല് എനിക്ക് പിന്നെ എനിക്ക് എടുക്കാൻ പറ്റില്ല, ബ്ലോക്ക് ആവും. എപ്പോഴാണ് ബ്ലോക്ക് ആവുക എന്നുള്ളത്, അതായത് Part A എനിക്ക് ഫില്ല് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇ-വേ ബില്ല് എടുക്കാൻ പറ്റില്ല. എപ്പോൾ? ആ ഓരോരോ പോയിന്റ് നോക്കിയേ. ബീങ് എ പേഴ്സൺ, ഫസ്റ്റ് പോയിന്റ്, ബീങ് എ പേഴ്സൺ പേയിങ് ടാക്സ് അണ്ടർ കോമ്പൗണ്ട് ലെവി സ്കീം ഹാസ് നോട്ട് ഫർണിഷ്ഡ് ഫോം GST CMP 08 ഫോർ കൺസിക്യൂട്ടീവ് ക്വാർട്ടർ. ഞാൻ കോമ്പൗണ്ട് ടാക്സ് പെയർ ആണ്, ഞാൻ 2 ക്വാർട്ടറായിട്ട് എന്ത് ഫയൽ ചെയ്തിട്ടില്ല, CMP 08 അയാളുടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള മാസം ക്വാർട്ടർലി ഫയൽ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്തിട്ടില്ല, അപ്പോൾ എനിക്ക് ഇ-വേ ബില്ല് ബ്ലോക്ക് ആവും. രണ്ടാമത്തത്, ബീങ് എ പേഴ്സൺ അതർ ദാൻ സ്പെസിഫൈഡ് ക്ലോസ് ചെയ്യുക, അതായത് കോമ്പോഷൻ അല്ലാത്ത റെഗുലർ ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ 2 കോൺസിക്യൂട്ടീവ് പീരിയഡ് ടാക്സ് പീരിയഡിൽ അയാൾ എന്ത് ചെയ്തിട്ടില്ല, അതായത് 2 മാസം അല്ലെങ്കിൽ ക്വാർട്ടർലി ഓപ്റ്റ് ചെയ്യുന്ന ആളെങ്കിൽ 2 ക്വാർട്ടർ, അവരുടെ ടാക്സ് പീരിയഡ് ഏതാണ്, മന്ത്ലി ആണെങ്കിൽ മന്ത്ലി, ക്വാർട്ടർലി ആണെങ്കിൽ ക്വാർട്ടർലി, 2 ടാക്സ് പീരിയഡിൽ അവർ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യില്ല, ഇ-വേ ബില്ല് ബ്ലോക്ക് ആവും. പിന്നെ ബീങ് എ പേഴ്സൺ അതർ ദാൻ സ്പെസിഫൈഡ് ക്ലോസ് ചെയ്യുക ഹാസ് നോട്ട് ഫർ GSTR1. ഇപ്പം മേലെ പറഞ്ഞ റിട്ടേണിൻ്റെ കേസാണ്, അതായത് 3Bയുടെ കേസ്. GSTR1 ഫയൽ ചെയ്തിട്ടില്ല 2 മാസമായിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും 2 ക്വാർട്ടറിൽ ആസ് കേസ് മേ ബി, ഇപ്പോൾ QRMB സ്കീം ആണെങ്കിൽ ക്വാർട്ടറിലേ വരിക, അങ്ങനെയാണെങ്കിലും അവരുടെ ഇ-വേ ബില്ല് ബ്ലോക്ക് ആവും. പിന്നെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ആയ ഒരാളാണ് റൂൾ 20 അനുസരിച്ച്, റൂൾ 20 പഠിക്കുന്ന രജിസ്ട്രേഷനിലാണ്, അപ്പോൾ റൂൾ 20 അനുസരിച്ച് രജിസ്ട്രേഷൻ സസ്പെൻഡ് ആയിട്ടുള്ള കേസാണെന്നുണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്യില്ല, ഇ-വേ ബില്ല് കിട്ടൂല. ഈ കേസിലൊന്നും ഇ-വേ ബില്ല് കിട്ടൂല. അതായത് ഞാൻ രണ്ട് ക്വാർട്ടറായിട്ട് ഞാൻ CMP 08 ഫയൽ ചെയ്യുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. 2 മാസമായിട്ട് ഞാൻ GSTR1 ഫയൽ ചെയ്യുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും പാലിച്ചാൽ ഇതിലെവിടെയെങ്കിലും വീഴ്ച പറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇ-വേ ബില്ലും കിട്ടൂല, ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല, ബ്ലോക്ക് ആവും, ഇ-വേ ബിൽ ബ്ലോക്ക് ആവും. However, the commissioner may, on receipt of an application from a registered person on sufficient cause being shown and reasons to be recorded in writing by order, allow furnishing of certain information Part A. ഇനിയിപ്പോൾ നമ്മൾ റൈറ്റിങ്ങിൽ അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കണം, ഇങ്ങനെ ഇതിങ്ങനെ റീസൺ കൊണ്ടാണ്, പ്രോപ്പർ റീസൺ ഉണ്ടായിരുന്നെങ്കിൽ അവർ എന്ത് ചെയ്യും, അലൗ ചെയ്യും Part A ഫില്ല് ചെയ്യാൻ. ഫർദർ, നോ ഓർഡർ റിജക്ടിംഗ് ദി അഫോഴ്സ് റിക്വസ്റ്റ് ഓഫ് സച്ച് പേഴ്സൺ ഷാൽ ബി പാസ്ഡ് വിത്തൗട്ട് അഫോർഡിംഗ് സച്ച് പേഴ്സൺ റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഓഫ് ചെയ്യും. ഇപ്പോൾ ഇങ്ങനെ ഒരു ഓർഡർ, ഇപ്പോൾ റിജക്ട് ചെയ്യുന്ന ഇങ്ങനെ ഒരു ഓർഡർ അവർക്ക് സഫീഷ്യൻറ്റ് കോഴ്സ് കൊടുക്കുക, അതായത് 2 മാസമായിട്ട് ഫയൽ ചെയ്തിട്ടില്ല നിങ്ങൾ അറിയിക്കുക, നമ്മൾ അറിയിച്ചിട്ട് അവർ ബ്ലോക്ക് ചെയ്യുള്ളൂ, അല്ല വെറുതെ ബ്ലോക്ക് ചെയ്യൊന്നുമില്ല. ഓക്കെ, ഇനി താഴെ ഇമ്പോർട്ടൻ്റ് ആണ്, അതായത് ബ്ലോക്കിംഗ് ഓഫ് ഇ-വേ ബിൽ ജനറേഷൻ മീൻസ് ഡിസേബിളിംഗ് എ ടാക്സ് പേയർ ഫ്രം ജനറേറ്റിംഗ് ഇ-വേ ബിൽ. അതായത് എനിക്ക് പിന്നെ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല ഇ-വേ ബിൽ, പക്ഷേ എൻ്റെ പേരിൽ ആരെങ്കിലും ഇ-വേ ബിൽ എടുത്താലോ, അതായത് ഞാൻ റെസിപ്പിയൻ്റ് ആണ്, വേറെ സപ്ലയറിനുണ്ട്, സപ്ലയർ എൻ്റെ പേരിൽ, എൻ്റെ റെസിപ്പിയൻ്റ് എൻ്റെ പേരിൽ കൊടുക്കുക, അങ്ങനെ പ്രശ്നം ഉണ്ടാവും, പ്രശ്നം ബ്ലോക്ക് ആവില്ല, അയാൾക്ക് എടുക്കാം. അതായത് ജനറേറ്റിംഗ് ഓഫ് ഇ-വേ ബില്ലാണ് പ്രശ്നം, ഇ-വേ ബിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് വേറെ ആൾക്ക് എൻ്റെ പേരിൽ ഇ-വേ ബിൽ എടുക്കുക, അത് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ബ്ലോക്കിംഗ് ഓഫ് ഇ-വേ ബിൽ ഫോർ ഇ-വേ ബിൽ ജനറേഷൻ വുഡ് ഓൺലി ഫോർ ദി ഡിഫോൾട്ടിംഗ് സപ്ലയർ GST ആൻഡ് നോട്ട് ഫോർ ഡിഫോൾട്ടിംഗ് റെസിപ്പിയൻ്റ് ഓർ ആസ് എ ഡിഫോൾട്ട് ഓർ ആസ് എ ട്രാൻസ്പോർട്ടർ GST. അപ്പോൾ ട്രാൻസ്പോർട്ട് അതല്ല, ഇത് എടുക്കുന്ന ആളാരാണോ അയാളെ പ്രശ്നം. അപ്പോൾ ഇത് എടുക്കുന്നത് ആരാണോ അതാണ് പ്രശ്നം, ആരാണോ എടുക്കുന്നത് അവിടെയാണ് പ്രശ്നം. ആരോ ജനറേറ്റ് ചെയ്യുന്ന വളരെ ഡിഫോൾട്ടിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് പ്രശ്നം, അല്ലാതെ അത് ഇപ്പോൾ ഡിഫോൾട്ടഡ് ആയിട്ടുള്ള ആൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഡിഫോൾട്ടഡ് ആയിട്ട് പേരിൽ ഇ-വേ ബിൽ എടുക്കാം, അത് പ്രശ്നമില്ല, ജനറേഷൻ ചെയ്യാം, എന്നുവെച്ചാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ജനറേറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ്
ഇൻഫർമേഷൻ ടു ബി ഫർണിഷ്ഡ് ഇൻ കേസ് ഓഫ് ഇൻട്രസ്റ്റഡ് മൂവ്മെന്റ് ഓഫ് ഗോൾഡ് പ്രഷ്യസ് സ്റ്റോൺസ് ആൻഡ് ജനറേഷൻ ഓഫ് യൂബിൾ ദെയർ. അപ്പോൾ ഈ ഗോൾഡ് പ്രഷ്യസ് സ്റ്റോൺസ് ഈ കേസിൽ അപ്പോൾ അത് ഓൾറെഡി റൂൾ 138-14 അനക്ഷറിൽ ഗോൾഡ് അങ്ങനത്തെ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, നോക്കാം. എ പർട്ടിക്കുലർ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓറിയന്റഡ് മാൻഡേറ്റ്സ് ഫർണിഷിംഗ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ഇൻട്രാസ്റ്റേറ്റ് മൂവ്മെന്റ് ഓഫ് ഗോൾഡ് പ്രഷ്യസ് സ്റ്റോൺ എക്സെട്ര സ്പെസിഫൈഡ് അഗേൻസ്റ്റ് സീരിയൽ നമ്പർ 4 and 5 ഇൻ അനക്ഷർ അപ്പൻഡഡ് ടു റൂൾ. ആ അനക്ഷറിൽ പറഞ്ഞിട്ടുണ്ട് ഗോൾഡ് കാര്യങ്ങൾ എന്തല്ല ഈ വെബിൽ എടുക്കേണ്ടതെന്ന്. പക്ഷേ ഇത് പർട്ടിക്കുലർ സ്റ്റേറ്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് ഇൻട്രാസ്റ്റേറ്റ് മൂവ്മെന്റ് ഓഫ് ഈ ഗോൾഡിന്റെ കേസിൽ ഈ വെബിൽ ജനറേഷൻ അവർക്ക് മാൻഡേറ്ററി ആക്കാം. അപ്പോൾ എപ്പോഴാണ് മാൻഡേറ്ററി ആക്കുക അവർ? വാല്യൂ എക്സീഡിങ് എത്ര 2 lakh എക്സീഡ് ചെയ്യാൻ ഓർ എനി ഹയർ ലിമിറ്റ് ആസ് മേ നോട്ടിഫൈ അത് റെസ്പെക്റ്റീവ് സ്റ്റേറ്റിന് അധികാരം കൊടുത്താൽ ഒന്നുകിൽ 2 lakh അല്ലെങ്കിൽ നിങ്ങൾ വെക്കുന്ന ഒരു ലിമിറ്റ് അതനുസരിച്ച് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ ലിമിറ്റ് അനുസരിച്ച് ഈ വെബിൽ ജനറേഷൻ മാൻഡേറ്ററി ആക്കാമെന്നാണ് പറയുന്നത്. ഇൻ കേസ് ഓഫ് റിലേഷൻ ടു സപ്ലൈ ആയിരിക്കാം, അല്ലെങ്കിൽ അതർ ദാൻ സപ്ലൈ ആയിരിക്കാം, അല്ലെങ്കിൽ ഡ്യൂ ടു ഇൻവേർഡ് സപ്ലൈ ആയിരിക്കും. ഇത് സ്പെസിഫിക്കലി ടു ആ സ്റ്റേറ്റിന് അധികാരം കൊടുത്തേക്കാം. ആ റെസ്പെക്റ്റീവ് സ്റ്റേറ്റിന് അവരെ ആ സ്റ്റേറ്റിൻ്റെ ഉള്ളിലുള്ള ഇൻട്രാസ്റ്റേറ്റ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സിന് ഏത് ഗുഡ്സ്, ഗോൾഡ് പ്രഷ്യസ് സ്റ്റോൺസ് അങ്ങനത്തെ സാധനങ്ങൾ ഏത് അനക്ഷരം പറഞ്ഞ റൂൾ 138-40 അനക്ഷരം പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും സാധനങ്ങളുടെ ആണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് 2 ലക്ഷം ആ കൺസ്യൂമർ വാല്യൂ 2 ലക്ഷം എക്സീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ ആ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള ആ ലിമിറ്റ് എക്സീഡ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബിൽ എടുക്കാൻ മാൻഡേറ്ററി ആക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, നോട്ട് റെലവൻറ്റ്. സെയിം ആ മേലെ അതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ച പോയിന്റ്. റീസൺ അതർ സപ്ലൈ ഏതുമായിരിക്കാം, പാർട്ടിയെ നമുക്ക് ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഓതറൈസ് ചെയ്ത ഇ കൊമേഴ്സ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടർക്ക് ഫില്ല് ചെയ്യാം. അതൊക്കെ ആ സെയിം സാധനങ്ങളാണ് വരുന്നത്. ഓക്കെ, കഴിഞ്ഞു, ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ചെറിയൊരു സിനാരിയോ പറയാനുണ്ട്. The person in charge of conveyance shall carry a copy of tax invoice or the bill of supply issued in accordance with the provision of Rule 46, 46A or 49 in case where such person not required to carry one e-way bill under these rules. അതായത് ഈ എല്ലാവരും പറഞ്ഞ് നമ്മൾ ഇ-വേ ബില്ലിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇൻവോയ്സ് ഇ-വേ ബില്ലും കൂടെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ എക്സെപ്ഷൻ അതായത് ഓരോ ഇല്ലുസ്ട്രേഷൻ പറയാണ് ഇ-വേ ബില്ലും ഇൻവോയ്സും കൂടെ ഉണ്ടാവണം എപ്പോഴും. ഇൻ കേസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് റെയിൽവേസ് വെദർ ഗുഡ്സ് ക്യാൻ ബി ഡെലിവർഡ് ഈവൻ ഇഫ് ദ ഇ-വേ ബിൽ നോട്ട് പ്രൊഡ്യൂസ് അറ്റ് ടൈം ഓഫ് ഡെലിവറി. പറ്റുമെന്ന്, അതായത് ഗുഡ്സ് റെയിൽവേ കൂടെ എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിരുന്നത് ഗുഡ്സ് റെയിൽവേ കൂടെ എന്നുണ്ടെങ്കിൽ അറ്റ് ടൈം എന്ത് ചെയ്യേണ്ട, യു-വിൽ കൂടെ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഡെലിവറി ചെയ്യുമ്പോൾ എന്ത് വേണം, യു-വിൽ വേണം. അതന്നെ ഇവിടെ പറയുന്നത്. ഗുഡ്സ് കിട്ടൂല യു-വിൽ പ്രൊഡ്യൂസ് ചെയ്യാതെ അറ്റ് ടൈം ഓഫ് ഡെലിവറി ഗുഡ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാതെ നമുക്ക് എന്ത് യു-വിൽ പ്രൊഡ്യൂസ് ചെയ്യാതെ നമുക്ക് ഗുഡ്സ് ഡെലിവർ ആയി കിട്ടൂല. വേർ ദി യു-വിൽ ഇസ് റിക്വയർഡിംഗ് ഫോളോയിങ് കേസസ് അസൈമിംഗ് വാല്യൂ എക്സീഡിംഗ് 50,000. താഴെ പറഞ്ഞ കേസിൽ യു-വിൽ വേണോ വേണ്ടയോ? വേർ ദി ഗുഡ്സ് ട്രാൻസിറ്റ് വിത്ത് ത്രൂ അനദർ സ്റ്റേറ്റ് വൈൽ മൂവിംഗ് ഫ്രം വൺ ഏരിയ ഇൻ എ സ്റ്റേറ്റ് ടു അനദർ ഏരിയ ഇൻ എ സെയിം സ്റ്റേറ്റ്. സോ ഒരു ഗുഡ്സ് ട്രാൻസിറ്റിലാണ്, ഒരു അത് മീൻസ് ത്രൂ അനദർ സ്റ്റേറ്റ് ആണ്, വേറെ സ്റ്റേറ്റിൽ കൂടെ പോകുന്നുണ്ട്. പക്ഷേ വൈൽ മൂവിങ് ഫ്രം വൺ ഏരിയ ഇൻ എ സ്റ്റേറ്റ് ടു അനദർ ഏരിയ ഇൻ എ സെയിം സ്റ്റേറ്റിലാണ്, വേറെ സ്റ്റേറ്റിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിലോ ഇറ്റ് മേ ബി ഡോട്ടഡ് ദ യു ജനറേഷൻ നോട്ട് ഡിപ്പെൻഡ് ഓൺ വെദർ സപ്ലൈസ് ഇൻട്രസ്റ്റേറ്റ് ഓർ ഇൻട്രസ്റ്റേറ്റ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്. Therefore, goods in transit through a second state while moving from one place in another state, one e-way is required. അതേപോലെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വേറെ സ്റ്റേറ്റിൽ കൂടെ പാസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വേറെ e-way എടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ വേറെ സ്റ്റേറ്റിൽ കൂടെ പാസ് ചെയ്ത് തിരിച്ച് നമ്മളെ സ്റ്റേറ്റിൽ തന്നെ എത്തുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കേരളത്തിൽ ഇങ്ങനെ സംഭവം എത്താനുള്ള കേരളത്തിൽ തന്നെയാണ്, പക്ഷേ തമിഴ്നാട് കൂടെ ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ കേസിൽ തമിഴ്നാട് ടച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ വേറെ e-way എടുക്കണമെന്ന്. പക്ഷെ ഇവിടെ ഇൻട്രസ്റ്റേറ്റ് അനുസരിച്ച് ഇവിടെ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് അനുസരിച്ചാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ആകെ കേരള ടു കേരള മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്. അപ്പോൾ അവർ e-way ബില്ലിന് മതി എന്നാണ് പറയുന്നത്. വേർ ദ ഗുഡ്സ് ട്രാൻസ്ഫർ ഫ്രം DTA യൂണിറ്റ് ടു സെസ് യൂണിറ്റ്. ഒരു നോർമൽ ടാക്സി സ്ഥലത്ത് നിന്ന് സെസ് യൂണിറ്റിലോട്ട് ഈ പറഞ്ഞ സാധനം മൂവ് ചെയ്യുമ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട്. അപ്പം ഗുഡ്സ് മൂവ് ഫ്രം DTA യൂണിറ്റ് ടു സെസ് യൂണിറ്റ് ലൊക്കേറ്റഡ് ഇൻ സെയിം സ്റ്റേറ്റ് ദർ ഇസ് നോ റിക്വയർമെന്റ് ജനറേറ്റ് വാല്യൂ. ഇഫ് സെയിം ഹാസ് ബീൻ എക്സംപ്റ്റഡ്, ഇഫ് ഇറ്റ് ഈസ് നോട്ട് എക്സംപ്റ്റഡ് ദി വിൽ ബി റിക്വയർഡ്. അപ്പോൾ എക്സംപ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ട, 14D അനുസരിച്ച് എക്സംപ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ട, 14D പോയേക്കണം. ഞാൻ പറഞ്ഞല്ലോ 14D. നമ്മളെ റൂൾ 130 കുറച്ച് ലീവബിൾ വേണ്ടാത്ത കേസസ് പറഞ്ഞില്ലേ. 14D സബ് റൂൾ 14D ഏതെങ്കിലും സ്റ്റേറ്റിൽ റിക്വയർ ചെയ്തിട്ടുണ്ട് സച്ച് ഏരിയാസിൽ, അത് സെസ്സൊക്കെയാണ് പെടുന്നത്. നോട്ടിഫൈ ചെയ്ത് ആ സെസ്സിൽ തമ്മിൽ അല്ലെങ്കിൽ സെസ്സിലോട്ട് വല്ല സാധനം നടത്തുമ്പോൾ ഇവയിൽ വേണ്ട. അത് റെസ്പെക്റ്റീവ് സ്റ്റേറ്റിൽ നോട്ടിഫൈ ചെയ്തിട്ടുള്ള സെസ് ഏരിയാസ് റെസ്പെക്റ്റീവ് സ്റ്റേറ്റിലാണ് പറയുന്നത്. അപ്പം അങ്ങനത്തെ മൂവ്മെന്റ് നടത്തുമ്പോൾ 138D അനുസരിച്ച് എക്സെപ്റ്റഡ് ആണെങ്കിൽ വേണ്ട, എക്സെപ്റ്റഡ് അല്ലാന്നുണ്ടെങ്കിൽ എ ബിൽ എടുക്കുക, അത്രേ ഉള്ളൂ. സ്പെസിഫിക്കലി പറയും എന്ന് വെച്ചാൽ ഡൗട്ട് വരും DTA ടു സെസ് യൂണിറ്റിന് വേണോ വേണ്ടേ. അപ്പോൾ പറഞ്ഞു 138-14D അനുസരിച്ച് എക്സെപ്റ്റഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ എക്സെപ്റ്റഡ് അല്ലാന്നുണ്ടെങ്കിൽ വേണം, അത്രേ ഉള്ളൂ. സോ നോട്ട് ഇമ്പോർട്ടൻറ്റ്. ജസ്റ്റ് ഒരു സർക്കുലർ ആയിട്ട് മുമ്പ് വന്ന ഒരു സാധനമായിരുന്നത്. ഒരു സർക്കുലറൊക്കെ എപ്പോഴാണ് വരിക, സംശയം വരുമ്പോഴാണ് വരിക. സോ അങ്ങനെ ഒരു സംശയം വന്നപ്പോൾ സർക്കുലർ അവർ ഇറക്കി കാര്യം പറഞ്ഞു, അത്രേ ഉള്ളൂ. റൂളാക്കി മാറ്റി. ഞാൻ നമുക്ക് ഇനി MCQസും 2-3 പ്രോബ്ലം ഡിസ്കസ് ചെയ്ത യു-വിൽ ഫുൾ 100% യു-വിൽ കഴിഞ്ഞു. ഇതിൽ കൂടുതൽ യു-വിൽ ഒന്നും ഇനി വരാനില്ല. സർക്കുലർ പറഞ്ഞ് എല്ലാ നോട്ട്സും പറഞ്ഞ് എല്ലാ റൂൾസും പറഞ്ഞ് അതിൽ ഇമ്പോർട്ടൻ്റ് ഏതൊക്കെയെന്ന് പറഞ്ഞ് ഇമ്പോർട്ടൻ്റ് ഏതൊക്കെ അല്ല എന്ന് പറഞ്ഞ് എല്ലാം പറഞ്ഞ് ഇനി ഇതിൽ കൂടുതൽ യു-വിൽ ഒന്നും ഇല്ല. ദിസ് ഈസ് ദി റെഗുലർ ക്ലാസ്. ഓക്കെ.
MCQ ചെയ്യാം. വെയിറ്റ്. ഓക്കെ, ഫസ്റ്റ് വൺ. ABC Associates, a CA firm of Pune, provides certain services to their clients who are unregistered under GST. Who shall generate EV bill? പൊട്ടന്മാരെ, സർവീസ് അല്ലേ, സർവീസിന്റെ കേസിൽ EV bill വരുമോ? വരൂല, നോട്ട് അപ്ലിക്കബിൾ. ഇത് കണ്ടപാടം ചെയ്തു, സർവീസ് ആണെന്ന് നോക്കൂല, ഗുഡ്സ് ആണെന്ന് അറിയാണ്ട് ചെയ്തു. അങ്ങനല്ല. ഓക്കെ, നെക്സ്റ്റ്. Mr. A sold certain goods to Mr. B. However, when the goods reached the godown, they were checked and certain goods were found defective. Thus were returned. Thus the sales return require generation of EV bill. വേണം വേണ്ടേ? ഇവിടെ സെയിൽസ് റിട്ടേൺ ആണോ പർച്ചേസ് റിട്ടേൺ ആണോ അങ്ങനെ ഒന്നുമില്ല. മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഉണ്ട്, വാല്യൂ 50,000 എക്സീഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? EV ബില്ല് വേണം. ഇവിടെ EV ബില്ല് ഈ വാല്യൂ എക്സീഡ്സ് 50,000, അങ്ങനെയാണെങ്കിൽ EV ബില്ല് വേണോ? വേണം. സെയിൽസ് റിട്ടേൺ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് MCQ. കാരണം ട്വിസ്റ്റ് ചെയ്യും. സെയിൽസ് റിട്ടേൺ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടൂല. ഈ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആണ് നോക്കുക. ABC generated EV bill on 12th February. It used the over dimensional cargo. Over dimensional cargo ആണ്, 20 കിലോമീറ്റർ ആണ്, 100 കിലോമീറ്റർ ടോട്ടൽ പോകാനുണ്ട്. അങ്ങനെ എത്ര ദിവസം കിട്ടും? 5 days. 12th February അല്ലേ, വാലിഡിറ്റി പീരീഡ് +5 ആയിട്ട് കൂട്ടിയാൽ മതി. 12 + 5 എത്ര? 17. 18 മിഡ് നൈറ്റിലാണ് ഉണ്ടാവുക. 5 ദിവസം കിട്ടൂലേ? 5 × 20 അല്ലേ? ഓരോ 20 കിലോമീറ്ററിന് 5 ഓരോ ദിവസം വെച്ച് കിട്ടൂലേ? അങ്ങനെ മൊത്തം എത്ര ദിവസം? 5 ദിവസം. ഓക്കെ. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. മിസ് ഗ്യാം പബ്ലിഷിംഗ് ഹൗസ് രജിസ്റ്റർഡ് അണ്ടർ GST ഇൻ ഡൽഹി ഈസ് എൻഗേജ്ഡ് ഇൻ പ്രിന്റിംഗ് ആൻഡ് സെല്ലിംഗ്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ആൾക്കാർ തെറ്റിച്ച ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. Publishing house registered under GST in Delhi is engaged in printing and selling of books as well as trading of stationery items. He has provided the following information of the consignment which is supplied to Mumbai. മുംബൈക്ക് സപ്ലൈ ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളുടെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. 3 ഐറ്റം ഉണ്ട്. നമ്മളെ ചോദ്യം എന്താ? കൺസൈൻമെന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഫോർ ജനറേറ്റിംഗ് EV bill ഫോർ ദി ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ്. താഴെ പറഞ്ഞ മീൻസ് മേലെ പറഞ്ഞ ഐറ്റം വെച്ചിട്ട് കൺസൈൻമെന്റ് വാല്യൂ, EV bill പ്രകാരം കൺസൈൻമെന്റ് വാല്യൂ എത്ര കൺസിഡർ ചെയ്യേണ്ടത്? 50,000 ഇല്ലേ? ആ 50,000 നോക്കേണ്ടത് ഏതാണ് എന്നുള്ളത്. ഇവിടെ ടാക്സബിൾ വാല്യൂ തന്നിട്ടുണ്ട് 35,000. EV bill നമ്മൾ EV ബില്ലിൽ കൺസൈൻമെന്റ് വാല്യൂ എടുക്കുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ 50,000 എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻക്ലൂഡിംഗ് ടാക്സ് അല്ലേ? അല്ലേ? അപ്പോൾ 35,000 അല്ലേ എടുക്കേണ്ടത്, ഇൻക്ലൂഡിംഗ് ടാക്സ് എടുക്കണം. അതായത് 35,000 പ്ലസ് ഇവിടെ 18% ആണെന്ന് പറയുന്നുണ്ട്, പ്ലസ് 18%. അപ്പോൾ എത്ര കിട്ടും? കാൽക്കുലേറ്റർ എടുക്കട്ടെ. 35,000 പ്ലസ് 18%, ദാറ്റ് ഈസ് ഈക്വൽ ടു 41,300. 41,300 ഇതെല്ലാം എടുക്കണ്ടേ? യെസ്, ഇതാണ് ഒരു വാല്യൂ. ഓക്കെ, ഫസ്റ്റ് ഇത് കഴിഞ്ഞ്. ഇപ്പോൾ ടാക്സബിൾ വാല്യൂ നമ്മൾ ഇൻക്ലൂഡിംഗ് ടാക്സ് ആക്കി. രണ്ടാമത് എക്സാം സപ്ലൈ എടുക്കുമോ? എക്സാം സപ്ലൈ എടുക്കത്തില്ല എന്ന് അവിടെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ബോൾഡ് ആക്കി പറഞ്ഞിരുന്നു. എക്സാം സപ്ലൈ എടുക്കൂല. നെക്സ്റ്റ്, ഗുഡ്സ് ജോബ് വർക്കിന് സെൻഡ് ചെയ്ത് എടുക്കുമോ? ഡെലിവറി ചലാൻ്റെ ബേസിൽ എടുക്കും. ഇവിടെ ടാക്സ് വരുമോ? ടാക്സ് വരൂല. കാരണം എന്താ? ദിസ് ഈസ് നോട്ട് എ സപ്ലൈ, അതർ ദാൻ സപ്ലൈ ആണ്. സോ ടാക്സ് വരൂല. 15,000 കൺസിഡർ ചെയ്യണം വാല്യൂവിൽ, പക്ഷെ ടാക്സ് വരൂല. കാരണം എന്താ? ഇത് ഡെലിവറി ചലാനിൽ ജോബ് വർക്കിന് കൊടുക്കുന്നതാണ്. ഇവിടെ സപ്ലൈ അല്ല, അതർ ദാൻ സപ്ലൈ ആണ്. വാല്യൂ മാത്രമല്ലേ വരുള്ളൂ. യെസ്. സോ മൊത്തം എത്ര? 56,300. ദാറ്റ് ഈസ് ഈക്വൽ ടു C. പല ആൾക്കാരും തെറ്റിച്ചൊരു ചോദ്യം അത്. കാരണം അധികം ആൾക്കാർ ആൻസർ ചെയ്ത് എന്താ അറിയോ? ഇത് അല്ലെങ്കിൽ പിന്നെ ആൻസർ ചെയ്യില്ല. ഇത് B എന്തായാലും ആൻസർ ചെയ്യില്ല. A, B. അധികം ആൾക്കാർ ആൻസർ ചെയ്യില്ല, മിക്കവാറും D ആയിരിക്കും. പക്ഷെ D തെറ്റാ. C ആ ശരി. 56,300 ശരി. അതിൻ്റെ കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞു എങ്ങനെയാണെന്നുള്ളത്. ശ്രദ്ധിക്കണേ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, ദാറ്റ്സ് ഓൾ അബൌട്ട് MCQ. ഇതിൽ കൂടുതൽ MCQs അതിന് വരാൻ ചാൻസ് ഇല്ല. പിന്നെ ചാൻസ് ഉള്ളത് ആ ബേസിക് MCQs ഇല്ല. അതായത് ഇതിപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് MCQs. ബേസിക് MCQs ആയിട്ട് ഇത് 50,000 വാല്യൂൻ്റെ കേസ്, 50 കിലോമീറ്ററിൻ്റെ കേസ്, പിന്നെ നമ്മൾ ആ വാലിഡിറ്റി പീരീഡ് ഇല്ല, അതിനോട് നമ്മൾ ചെയ്ത് അതിൻ്റെ കുറച്ച് ഈസി ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 1, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ. ഡിസൈഡ് വിത്ത് ദി റീസൺ വെദർ EV bill is required to be issued under CGST Act 2017 the following reason. താഴെ 2 കേസ് ഉണ്ട്. 2 കേസിൽ EV bill വേണോ വേണ്ടെന്ന് ചോദിക്കുന്നത്. സ്ക്വയർ ലിമിറ്റഡ് രജിസ്റ്റേർഡ് ഇൻ ആന്ധ്രാപ്രദേശ്, സെൻഡ് ഗുഡ്സ് വിത്ത് ജോബ് വർക്കറാണ്. ആന്ധ്രാപ്രദേശ് രജിസ്റ്റർ ചെയ്തത് ഏതാണ്? ജോബ് വർക്കിന് സാധനം കൊടുക്കുകയാണ് കർണാടകക്ക്. ഓൾസോ രജിസ്റ്റേർഡ് അണ്ടർ GST. വാല്യൂ കൺസൈൻമെന്റ് 45,000. വേണോ? ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ബൈ പ്രിൻസിപ്പൽ ടു ജോബ് വർക്കർ എന്ന റെസ്പെക്ട് ഓഫ് വാല്യൂ എന്ത് വേണം? EV bill മാൻഡേറ്ററി ആണ്. ഇത് പറഞ്ഞിട്ടില്ലേ? മേലെ ഇവിടെ പോയിന്റ് വരുന്നുണ്ട്. ഇതൊന്ന് ഓർത്ത് വെച്ചാട്ടാ, ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ മുകളിൽ. അതായത് ഇൻട്രസ്റ്റേറ്റ് ട്രാൻസ്ഫർ ആണ് ടു ജോബ് വർക്കർ ആണെന്നുണ്ടെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് അവിടെ എന്ത് വേണം? EV bill എടുക്കണം, ഇറസ്പെക്റ്റീവ് ഓഫ് വാല്യൂ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇൻട്രസ്റ്റേറ്റ് ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ബൈ പ്രിൻസിപ്പൽ ടു ജോബ് വർക്കർ മാൻഡേറ്ററിലി റിക്വയർഡ് ടു ബി ഇഷ്യൂഡ് ഇൻ കേസ് ഓഫ് ഇൻട്രസ്റ്റേറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി വാല്യൂ. നോക്കി വെച്ചാൽ ഞാൻ പറയാൻ മറന്നു പോയതാണോ അവിടെ വിട്ടുപോയതാണോ അറിയില്ല, ഓർമ്മയിൽ കിട്ടുന്നില്ല. സോ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഒന്നുകൂടി പറയാം. ഇൻട്രസ്റ്റേറ്റ് ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ബൈ പ്രിൻസിപ്പൽ ടു ജോബ് വർക്കർ
അത് എന്താ റെസ്പെക്റ്റീവ് ഓഫ് ദി വാല്യൂ ഈ വേ ബില്ല് മാൻഡേറ്ററി ആണ്. അപ്പോൾ ഈ കേസിൽ ഈ വേ ബില്ല് മാൻഡേറ്ററി ആണ്. മിസ്റ്റർ ഭീഷ്മ ഓഫ് തെലങ്കാന സ്റ്റാർട്ടഡ് ഡൂയിങ് ബിസിനസ് ഇൻ notified handicraft products as a casual tax person. He got his first order of 30,000 from Tamil Nadu, which he transported. He is not registered under GST since he is a threshold limit of 20 lakh. So ഇയാൾ രജിസ്റ്റേർഡ് അല്ല. അപ്പോൾ തെലങ്കാന നോട്ടിഫൈഡ് ഹാൻഡിക്രാഫ്റ്റഡ് ഗുഡ്സ് ആണ് വിൽക്കുന്നത്. ഇയാൾ രജിസ്റ്റേർഡ് അല്ല. ഇസ് നോട്ട് രജിസ്റ്റേർഡ് ഇൻ GST. അപ്പോൾ 30,000 ആണ് ഫ്രം തമിഴ്നാടു. തെലങ്കാന തമിഴ്നാടു വേണം. ഇൻട്രസ്റ്റേറ്റ് ഓഫ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റഡ് ഗുഡ്സ് എക്സംപ്റ്റ് ഫ്രം ഒബ്റ്റെയിനിങ് രജിസ്ട്രേഷൻ നിർബന്ധമായിട്ട് ഈ വെബിൽ എടുത്തിരിക്കണം. സോ ഈ വെബിൽ എടുത്ത് കഴിഞ്ഞ്. സിമ്പിൾ. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. Next, question number 2. Mr. Shamnath, a registered person, has caused movement of goods consignment value exceeding 50,000 in relation to supply and thus generated EV bill. After generation of bill, he found a mistake. ഒരു മിസ്റ്റേക്ക് എന്തോ EV bill കണ്ട്. Wants to edit ചെയ്യാൻ പറ്റുമോ? പറ്റൂല. പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? ക്യാൻസൽ ചെയ്യാൻ പറ്റും. ക്യാൻസൽ ചെയ്ത് പുതിയ എടുക്കുക. അത്രേ ഉള്ളൂ. 24 hours ക്യാൻസൽ ചെയ്യണം. 24 hours ക്യാൻസൽ ചെയ്യണം. ഓക്കെ, ദാറ്റ്സ് ദി ആൻസർ. മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കനോട്ട് ബി എഡിറ്റഡ് ഓർ കറക്റ്റ്. ഓൺലി ഓപ്ഷൻ ഈസ് ക്യാൻസലേഷൻ വിത്തിൻ 24 hours. ഇത് ക്യാൻസൽ ചെയ്തിട്ട് പുതിയ എന്ത് ചെയ്യാം? ജനറേറ്റ് ന്യൂ വൺ. അത്രേ ഉള്ളൂ. ഇത് പ്രാക്ടിക്കലി സംഭവിക്കുന്ന കാര്യം കേട്ടോ. ഇത് ഈ ക്വസ്റ്റ്യൻ പ്രാക്ടിക്കലി ഒരുപാട് സംഭവിക്കാറുണ്ട് പ്രാക്ടിക്കലി. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 3. Sindhu Toys Manufacturers, registered in Punjab, sold electronic toys to a retail seller in Gujarat, value exceeding value of 48,000. Excluding GST ആണ്. അപ്പോൾ ഇൻക്ലൂഡിംഗ് GST 18% കൂട്ടി നോക്കിയേ. 48,000 plus 18%, അതായത് 56,640. Now you means to send the consignment to such a retail seller in Gujarat. You are required to advise in whether EV matter. വേണം. ഇവിടെ 48,000 കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്ത് വേണ്ടെന്ന് പറയരുത്. കാരണം ഇൻക്ലൂഡിംഗ് GST എടുക്കണം. ഇൻക്ലൂഡിംഗ് GST എടുക്കുമ്പോൾ 56,640 വരും. അതുകൊണ്ട് തന്നെ വാല്യൂ എക്സീഡിംഗ് 50,000 ആയി EV bill is mandatory. That's all. We completed EV bill, ma'am. We completed EV bill. Okay. Find a way, not an excuse. Okay. പല ആൾക്കാർ എക്സ്ക്യൂസിലാണ് നിൽക്കുന്നത്. ദേ ആർ എക്സ്ക്യൂസ്. എനിക്ക് അതില്ലല്ലോ, എനിക്കിതില്ലല്ലോ, ഞാനിങ്ങനെ എനിക്ക് ബുദ്ധി ഇല്ലല്ലോ എന്നൊക്കെ പറയും. ഞാൻ അവരെ പോലെ പഠിക്കുന്നില്ല, ഞാൻ ഇവരെ പോലെ പഠിക്കുന്നില്ല, അവൻ കണ്ടില്ല രാത്രിയൊക്കെ ഇരുന്നിട്ട് പഠിക്കുന്ന, നിങ്ങൾക്ക് അങ്ങനെയൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. എക്സ്ക്യൂസാണ്, ഓരോ എക്സ്ക്യൂസാണ്. വീട്ടിൽ അങ്ങനെ സാഹചര്യം അങ്ങനെയാണ്, വീട്ടിൽ ഇങ്ങനെയാണ്, എക്സ്ക്യൂസാണ്. എക്സ്ക്യൂസ്. നോട്ട് ഫൈൻഡ് ആൻ എക്സ്ക്യൂസ്. ഓക്കെ, ഫൈൻഡ് എ വേ. എക്സ്ക്യൂസിൽ കാര്യമില്ല. പഠിച്ച മക്കളെ ഷുവറായിട്ട് പാസ്സാവും. പഠിച്ചാൽ പാസ്സാവും. എക്സാമ്പിളാണ് ഈ മുന്നിലിരിക്കുന്നത്. ഓക്കെ, പല ആൾക്കാർക്കും സാഹചര്യം കിട്ടിയിട്ട് അവർ യൂട്ടിലൈസ് ചെയ്യാതിരിക്കുന്നുണ്ട്, വിഷമമാവുന്നുണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങളെ പാരൻസ്, അതാണ് അൾട്ടിമേറ്റ്. ഞാൻ എൻ്റെ മോട്ടിവേഷൻ അതായിരുന്നു കേട്ടോ. അല്ലാതെ പഠിക്കാൻ കുറേ ബുദ്ധി ഉണ്ടായിട്ടൊന്നും അല്ലായിരുന്നു, സത്യം പറയാം. എൻ്റെ പാരൻസിന് എങ്ങനെയെങ്കിലും റെസ്പോൺസിബിലിറ്റി ഇല്ല. ഇത് അവർ അത്രയും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള നമുക്കൊരു തോട്ട് വരൂലേ. ഒറ്റ തോട്ടിലാണ് ഞാൻ പാസ്സായത്. ഒറ്റ തോട്ട്, സത്യം പറയാം. ഞാൻ മണ്ടനാ വെച്ചാൽ എനിക്ക് കുറേ കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കില്ല. ഞാൻ വീണ്ടും ഇങ്ങനെ വായിച്ചു നോക്കി അങ്ങനെ കുത്തിയിരുന്നാൽ ഒരു എന്താ പറയുക, അങ്ങനെയുള്ള ആൾക്കാരില്ലേ. അതായത് ഒരു 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 എല്ലാ സബ്ജക്റ്റും ഓക്കെ അല്ല, ചില സബ്ജക്റ്റ് കുഴപ്പമില്ലാതെ നോക്കും, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ആളാണ് ഞാൻ. അപ്പം ഞാൻ അത്ര ഭയങ്കര ലോജിക്കലി തിങ്ക് ചെയ്യാൻ പാടാണ്. പക്ഷേ ഐ ബിക്കം എ CA ബിക്കോസ് ഓഫ് മൈ പാരൻസ്. അവർക്ക് വേണ്ടിയിട്ട് ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുത്തതാണ്. ഞാൻ അത്രയും ആഗ്രഹിച്ചിരുന്നു ഞാനൊരു CA കാരനായി കാണാൻ. കാരണം അതെൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അവരെന്ത് സന്തോഷിച്ചിരുന്നു അറിയോ ആ സമയത്ത്. ഭയങ്കര ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു ഞാൻ പാസ്സായി എന്ന് പറയുമ്പോൾ. ഭയങ്കര ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു. സോ അതേപോലെ നിങ്ങളെ പാരൻസ് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് നിന്ന്, അത്രയും റിട്ടേൺസ് ആഗ്രഹിക്കുന്നുണ്ട്. സോ ദാറ്റ്സ് യുവർ അൾട്ടിമേറ്റ് മോട്ടിവേഷൻ. ഞാൻ പറയുന്ന ഒന്നുമല്ല, ഞാൻ പറയുന്ന മോട്ടിവേഷനൊന്നുമില്ല, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങളല്ലേ. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. നന്നായി പഠിക്കുക എന്ന് വെച്ചാൽ ജെന്യൂൻ ആയിട്ട് മെനക്കെടുക. സോ ഓട്ടോമാറ്റിക്കലി പാസ്സാവും. അതാണ് അതിൻ്റെ എത്ര ഉള്ളൂ അത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ള ടൈം നല്ലപോലെ യൂട്ടിലൈസ് ചെയ്ത് നല്ലപോലെ പഠിക്കുക. ബാക്കിയാണ് വരുന്നത് വെച്ചാണ്. എന്തായാലും അത് നല്ലപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പാസ്സായിരിക്കും. ഇനിയിപ്പോൾ ഒരു അറ്റംപ്റ്റ് വൈകിയാലും ഡെഫിനറ്റ്ലി പാസ്സായിരിക്കും. അത്രേ ഉള്ളൂ. ആ ഒരു ചിന്ത ഉണ്ടായാൽ മതി. നമ്മൾ പാസ്സാവും എന്നുള്ള ചിന്ത. പല ആൾക്കാർക്ക് ഇപ്പോഴും നെഗറ്റീവ് തോട്ട്സാണ്. ഞാൻ പാസ്സാവില്ല. വിട്, പാസ്സാവും എന്ന് പറയും. അപ്പോൾ ഡെഫിനറ്റ്ലി പാസ്സാവും. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. നന്നായി പഠിക്കുക. ഞാൻ എന്നെ കണ്ട് പറയുന്ന എല്ലാ ഹെൽപ്പും ഞാൻ ചെയ്തു തരുന്നുണ്ട്. IDT റിലേറ്റഡ് ആയിട്ടും മറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഹെൽപ്പും ഞാൻ ചെയ്തു തരുന്നുണ്ട്. ഇതിൽ കൂടുതൽ എന്നോട് പറ്റുന്നതിന് മാക്സിമം ഞാൻ ചെയ്തു തരുന്നുണ്ട്. ഓക്കെ, മാക്സിമം നിങ്ങൾ പഠിക്കുക. എന്തെങ്കിലും സപ്പോർട്ട് ആണെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ 8943081450. ദിസ് ഈസ് മൈ നമ്പർ. യു ക്യാൻ കോൾ ഓർ യു ക്യാൻ മെസ്സേജ്. ഐ വിൽ ഹെൽപ്പ് യു. ഓക്കെ, അപ്പോൾ ശരിടാ, താങ്ക് യുടാ. ഓക്കേടാ, ബൈഡാ. ശരി, ബൈ. Comment. Your comments are my motivation. So if you have anything to say about the class,
just comment, share, and share with your friends. Okay, thank you.